നമസ്കാരം. പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് വാർത്തകളുള്ള ഒരു ദിവസം തന്നെയാണ് ഇന്ന്. പ്രത്യേകിച്ചും ഭരണ പ്രതിപക്ഷ വാക്പോര് തുടരുന്നതിനിടെ നിയമസഭ ഇന്ന് വീണ്ടും ചേരുകയാണ്. സഭാ സമ്മേളനം തുടരുമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. സഭ അഥവാ അവസാനിപ്പിക്കേണ്ടി വന്നാൽ, വീണ്ടും പ്രതിപക്ഷ ബഹളമുണ്ടായാൽ, സഭ മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ സ്പീക്കർ ഇടപെട്ട് സഭ പിരിഞ്ഞേക്കാം. അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ പാസ്സാക്കാനുള്ള ബില്ലുകളടക്കം സർക്കാർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട വിവരം. സഭാ നടപടികൾ സുഗമമായി നടത്തുന്നതിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. യോഗത്തിൽ പ്രതിപക്ഷം പങ്കെടുക്കുമോ എന്നത് നിർണായകമായ നമുക്കത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒപ്പം നിയമസഭാ സംഘർഷ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി തേടി പോലീസ് നൽകിയ അപേക്ഷയിൽ ഇന്ന് തീരുമാനമാകും എന്ന പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഇക്കാര്യത്തിൽ പോലീസ് ഈ MLA-മാരുടെ അടക്കം മൊഴി ഒരുപക്ഷെ രേഖപ്പെടുത്തിയേക്കും. കൂടുതൽ CCTV ദൃശ്യങ്ങൾ സഭയിൽ നിന്ന് പോലീസ് തേടിയിട്ടുണ്ട് എന്ന വിവരങ്ങളും മറ്റും വരുന്നുണ്ട്. നിയമസഭാ മന്ദിരത്തിൽ കയറി തെളിവ് ശേഖരിക്കാനും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുമാണ് ഇത്തരത്തിൽ അനുവാദം സർക്കാർ പോലീസ് തേടിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. റബ്ബർ വിലയിൽ മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവനയായിരുന്നു. റബ്ബർ വില 300 രൂപയാക്കിയാൽ BJPക്ക് വോട്ട് നൽകാം, BJPക്ക് ഒരു MP നൽകാം, MP ഇല്ല എന്ന BJPയുടെ വിഷമം ഞങ്ങൾ പരിഹരിക്കാമെന്ന പ്രസ്താവന വലിയ രാഷ്ട്രീയ ചർച്ചയായിരുന്നു. മുന്നണികൾ ഈ പ്രസ്താവനയെ സ്വാഗതം ചെയ്തും എതിർത്തും രംഗത്ത് വന്ന പശ്ചാത്തലം കണ്ടു. അപ്പോഴും ബിഷപ്പിനെ തലോടിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതികരിച്ചത്. അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു. അത് പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് ഡെവലപ്പ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകാം. ഒപ്പം തിരുവനന്തപുരം ലോ കോളേജിലെ സംഘർഷം നമ്മൾ മനസ്സിലാക്കിയതാണ്. വലിയ സംഘർഷമുണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ യോഗം ചേരുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസം അധ്യാപകരെയൊക്കെ പൂട്ടിയിട്ട് നടത്തിയ പ്രതിഷേധം ഈ CPM-ൻ്റെയും SFIയുടെയും അടക്കം എതിർപ്പിനിടയാക്കിയ സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒപ്പം KSRTC വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. KSRTCയിൽ ശമ്പളം വൈകുന്നതിലും ഗഡുക്കളായി നൽകുന്നതിലും എതിരെയുള്ള പ്രതിഷേധം തണുപ്പിക്കാൻ ഗതാഗത മന്ത്രി ഇന്ന് CITU നേതാക്കളുമായി ചർച്ച നടത്തും എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയുമുണ്ട്. ബ്രഹ്മപുരത്തേക്ക് പോയാൽ അവിടെ തീപിടുത്തത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ പോകുന്ന കാര്യത്തിൽ നിയമോപദേശകരുമായി കൊച്ചി കോർപ്പറേഷൻ ചർച്ച നടത്തുന്നു. വിഷയത്തിൽ കൊച്ചിയിൽ ഇന്നും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. മാലിന്യപ്രശ്നം വലിയ ആശങ്കയായിരിക്കുന്ന ഞെളിയൻ പറമ്പിൽ ഇന്ന് BJPയുടെ രാപ്പകൽ സമരം നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അതായത് ഡൽഹിയിലൊക്കെ ഉണ്ടായ സംഘർഷം, രാഹുൽ ഗാന്ധിയെ തേടി പോലീസ് എത്തിയ സാഹചര്യമൊക്കെ നമുക്കറിയാം. അതിനുശേഷം കേരളത്തിലേക്ക് രാഹുൽ എത്തുന്നു, സ്വന്തം മണ്ഡലത്തിലെത്തുന്നു എന്നുള്ള പ്രധാനപ്പെട്ട സാഹചര്യമുണ്ട്. അവിടെ അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനോടൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളും വയനാട്ടിൽ ഉണ്ടാകുമെന്നാണ് പ്രധാനപ്പെട്ട വിവരം. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. മറ്റൊന്ന്, ലണ്ടൻ ഹൈക്കമ്മീഷന് മുന്നിൽ ദേശീയ പതാകയെ അപമാനിച്ച സംഭവത്തിൽ ബ്രിട്ടനെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഖാലിസ്ഥാൻ വാദികളാണ് ഇന്നലെ ഈ ഹൈക്കമ്മീഷന് ഓഫീസിന് മുന്നിൽ ഇന്ത്യൻ പതാക താഴ്ത്തിയിട്ട് ഖലിസ്ഥാൻ പതാക ഉയർത്തിയത് എന്ന പ്രധാനപ്പെട്ട വിവരവും പുറത്തു വന്നിരുന്നു. അത് അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അരിക്കൊമ്പൻ, ഇടുക്കി ചിന്നക്കനാലിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അരിക്കൊമ്പൻ എന്ന ആനയെ പിടികൂടാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ, ഞാൻ ഈ വായിച്ചു വന്ന ഒരുപാട് വാർത്തകൾ ഇന്ന് നമുക്ക് അടുത്ത 2 മണിക്കൂർ വിശദമായി നോക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഇതുവരെയുള്ള പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം.
ഓരോ ദിവസവും പ്രഭാത കേരളം ഓരോ ഇടങ്ങളിൽ നിന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ചൂടുള്ള വാർത്തകൾക്കൊപ്പം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് ഞങ്ങളുള്ളത് എവിടെയാണ്? ഇന്ന് ഞങ്ങളുള്ളത് വെള്ളായനിക്കായലിലാണ്. തിരുവനന്തപുരം നഗരത്തിനും ഒപ്പം കോവളത്തിനും ഇടയിലുള്ള പ്രകൃതി മനോഹരമായ ഒരു ഇടത്താണ് വെള്ളായനിക്കായൽ. എല്ലാവർക്കും പരിചിതമായ ഇടമാണ്. എന്തായാലും വെള്ളായനിയുടെ രാവിലത്തെ പ്രഭാത കാഴ്ചകൾ, രാവിലത്തെ മനോഹരമായ ആ കാഴ്ചകളും കായലിൻ്റെ ദൃശ്യങ്ങളും പ്രകൃതിയുടെ ഭംഗിയും ഒപ്പം ചൂടുള്ള വാർത്തകളും, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫ്ലേവർ. എന്തായാലും ആ കാഴ്ചകളിലേക്കൊക്കെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വെള്ളായനിക്കായലിനെ കുറിച്ച് ചില വാക്കുകൾ നമുക്ക് പറയേണ്ടതുണ്ട്. അതായത് തിരുവനന്തപുരം മേഖലയുടെ അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ജലസ്രോതസ് ശുദ്ധജല തടാകം. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. തലസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, സംസ്ഥാനത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി. ഈ വെള്ളായണിയിലേക്ക് എത്തുന്ന കാര്യം പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരത്തിൽ നിന്നും 8-9 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ളത്. കോവളത്ത് നിന്ന് 7 കിലോമീറ്ററും കിഴക്കേക്കോട്ടയിൽ നിന്നൊക്കെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ആളുകൾക്ക് ബസ് സർവീസുകളൊക്കെ നടത്തുന്ന അതിമനോഹരമായ പ്രകൃതിദത്തമായ ഗ്രാമീണമായ ഒരു ഇടമാണ് ഈ വെള്ളായണി. അതായത് 750 ഹെക്ടറിലധികം വിസ്തൃതി ഉണ്ടായിരുന്ന ഒരു വലിയ ഭൂപ്രകൃതിയാണ്. അതായത് ഒരു വലിയ ജലസംഭരണിയാണ് ഈ വെള്ളായനിക്കായൽ. പക്ഷേ കാലാകാലങ്ങളിൽ വലിയ കയ്യേറ്റം അവിടെ ഉണ്ടായി. അതിനുശേഷം ഏറ്റവും പുതിയ വരുന്ന കണക്ക് പ്രകാരം ഏകദേശം 450 ഹെക്ടറിലേക്ക് ഇത് കുറഞ്ഞു എന്നൊക്കെയാണ് കരുതുന്ന കണക്ക്. അങ്ങനെയെങ്കിൽ എത്ര രൂക്ഷമായ ഒരു കയ്യേറ്റമാണ് ഈ മേഖലകളിലൊക്കെ നടന്ന് നമ്മുടെ ഈ ജലവിസ്തൃതി കുറഞ്ഞു പോയത് എന്നും കൂടി ഓർക്കുക. എന്തായാലും വെള്ളായനിയുടെ ഒരു പ്രത്യേകത, കേരളത്തിൻ്റെ മറ്റ് കായലോരങ്ങളിൽ നിന്നും മാറി വെള്ളായനിയിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, ഈ പരമ്പരാഗതമായ ഈ ആമ്പൽ താമര പാടങ്ങളുടെ ഒരു വലിയ ഭംഗി അത് മറ്റ് കായലുകളിൽ നിന്ന് വ്യത്യസ്തമായി വെള്ളായനിയെ കൂടുതൽ മനോഹരിയാക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത. ഓണക്കാലത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ ആമ്പലും താമരയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിരവധി സഞ്ചാരികൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനായി എത്തുന്നുണ്ട്. രാവിലെ ആയാലും വൈകുന്നേരമായാലും നിരവധി ആളുകളാണ് ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷികൾ കൂട്ടമായി എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് ദേശാടന പക്ഷികളുടെ കാലം പറയുകയാണെങ്കിൽ ഒക്ടോബർ മുതൽ മാർച്ച് പകുതി വരെയാണ്. ഇപ്പോൾ ദേശാടന പക്ഷികൾ മടങ്ങിപ്പോകുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ നാട്ടിലെ പക്ഷികളായ നിരവധി പക്ഷികളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഒപ്പം ഈ കായലിന്റെ കാര്യം പറയുകയാണെങ്കിൽ വിവിധ അപൂർവീന മത്സ്യങ്ങളുള്ള ഒരു ഇടം കൂടിയാണ് ഈ കായൽ. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ നിത്യപൂജയ്ക്കുള്ള താമരപ്പൂക്കൾ എത്തിച്ചിരുന്ന ഒരു വലിയ കായൽ ശേഖരമാണ്, കായൽ ഇടമാണിത്. പക്ഷേ ഇപ്പം അത്രയൊന്നും സമ്പന്നത ഈ താമരപ്പൂക്കളുടെ കാര്യത്തിലില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമുക്ക് വരുന്ന മണിക്കൂർ, വരുന്ന മിനിറ്റുകളിലൊക്കെ അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വരാൻ കഴിയും. കാരണം ഇപ്പോഴും അതിരാവിലെ തന്നെ എത്തി ചെറുവള്ളങ്ങളിൽ വന്ന് ഈ താമരപ്പൂക്കൾ ശേഖരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇവിടെ കാണാം. കാരണം വെള്ളായനിയുടെ കായലിൻ്റെ ഒരു ഭാഗത്ത് മാത്രമുള്ള ദൃശ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നു. പക്ഷേ ഇതല്ല, വളരെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. കൂടുതൽ വരുന്ന മിനിറ്റുകളിൽ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്കും ഒക്കെ കടന്നു വരാൻ കഴിയും. എന്തായാലും ഞങ്ങൾ നിൽക്കുന്നത് ഈ വെള്ളായനി കായലിൻ്റെ നടുവിലൂടെ ഒരു പ്രധാന റോഡ് കടന്നു പോകുന്നുണ്ട്. ആ റോഡിൽ സ്വാഭാവികമായും രാവിലെയും വൈകിട്ടുമൊക്കെ നിരവധി പേര് ഈ കായൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് വേണ്ടി എത്താറുണ്ട്. അങ്ങനെയൊക്കെ എല്ലാവർക്കും വന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു ഇടത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും പ്രഭാത കേരളത്തിൻ്റെ വരുന്ന മിനിറ്റുകളിൽ കൂടുതൽ വെള്ളായനി കാഴ്ചകളിലേക്ക് തീർച്ചയായും നമ്മൾ ഇനി വാർത്തകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സ്വാഭാവികമായും തലസ്ഥാനമായിരിക്കും ഇന്നത്തെ വാർത്തകളുടെ ഒരു ശ്രദ്ധാകേന്ദ്രം. നിയമസഭാ സമ്മേളനം 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സഭാ സമ്മേളനം ചേരും. എങ്ങനെയായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സംഘർഷത്തിൽ എത്തിച്ചേരുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിലും നിർണായകമായ വാർത്തകളുണ്ട്. ബ്രഹ്മപുരത്തിൻ്റെ സ്വാഭാവികമായ ഫോളോ അപ്പ് ഉണ്ട്. അതിൻ്റെ കോർപ്പറേഷൻ്റെ അപ്പീൽ നടപടി അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. സുവി വിശ്വനാഥ് അവിടുന്ന് വിശദാംശങ്ങളുമായി വരുന്നുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട്ടേക്ക് വരുമ്പോൾ ഇന്ന് മലബാറിൻ്റെ പ്രത്യേകത രാഹുൽ ഗാന്ധി അദ്ദേഹം സന്ദർശനം നടത്തുന്നു എന്നതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെ പോലീസ് പരിശോധനയും മറ്റും. സ്വാഭാവികമായി അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് സ്വാഭാവികമായും നമ്മളൊക്കെ ഒന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും. എന്തായാലും അക്കാര്യങ്ങളിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. ചേരുന്നുണ്ട്. നന്ദൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും തലസ്ഥാനം ഇന്ന് വാർത്താ കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ഇന്ന് തലസ്ഥാനത്ത് വാർത്തകൾ പുരോഗമിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനം രഞ്ജിനി സൂചിപ്പിച്ച പോലെ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സഭ സംഘർഷത്തിൽ മുങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേരുന്നു. അതായത് സഭാ നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ ഒരു അനുരഞ്ജന നീക്കം കൂടിയാണിത്. പക്ഷേ പ്രതിപക്ഷം ഇതിനോട് എങ്ങനെ സഹകരിക്കുമെന്ന പ്രധാനപ്പെട്ട കാര്യമാണുള്ളത്. എനിക്ക് ഓർക്കാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ട് വി ഡി സതീശൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം പറഞ്ഞത് സഭ സുഗമമായി കൊണ്ടുപോകാനുള്ള എല്ലാ സഹകരണവും
പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ്. ഇന്ന് എന്താണ് നമ്മൾ സഭയിൽ പ്രതീക്ഷിക്കേണ്ടത്? സഭാ നടപടികൾ സുഗമമാകുമോ? എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കം? നന്ദൻ. ഗുഡ് മോർണിംഗ് രഞ്ജിനി, സജിത്ത്. എന്തായാലും ഇന്നും സഭയിൽ കടുത്ത പ്രതിപക്ഷ വാക്പോര് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പോലെ ചോദ്യോത്തരവേള വലിയ സുഗമമായി നടക്കുകയും അതിനുശേഷം ശൂന്യവേളയിൽ ഇത്തരത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള എല്ലാ സാധ്യതയും ഇന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇന്ന് ലോ കോളേജിലെ SFI സംഘർഷത്തിന്റെ തുടർച്ചയായിട്ട് ആ വിഷയം തന്നെയായിരിക്കും ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുക. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇന്ന് അനുമതി നിഷേധിക്കുകയാണെങ്കിൽ അത് വീണ്ടും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാവിലെ 8 മണിക്ക് UDFന്റെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട്. അതിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. വരും മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ നിയമസഭാ സമ്മേളനം, അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലെ നിയമസഭാ സമ്മേളനത്തോട് സഹകരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിലും ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ ഭാഗമുണ്ടാകും. എന്തായാലും ആ ഒരു കാര്യം തന്നെയായിരിക്കും ഇന്ന് UDF മുന്നോട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഇന്നൊരു ചർച്ച നടത്താൻ സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ തന്നെ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം മന്ത്രി K. രാധാകൃഷ്ണൻ ഈ ഒരു വിഷയം പ്രതിപക്ഷ നേതാവിനോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ മുഖ്യമന്ത്രി ഈ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടില്ല എന്നതായിരുന്നു നമുക്ക് ലഭിച്ച ഒരു വിവരം. പക്ഷേ നമുക്ക് അവസാനം പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് ഇത്തരത്തിലൊരു ചർച്ച നടക്കാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലൊരു ചർച്ച നടക്കും. ആ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ബാക്കിയുള്ള ബഡ്ജറ്റ് സമ്മേളനം വെട്ടിച്ചുരുക്കണോ വേണ്ടയോ എന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കാര്യോപദേശക സമിതി യോഗം ചേരുകയാണ്. 12 മണിക്കാണ് ആ ഒരു യോഗം ചേരുക. ആ ഒരു യോഗത്തിലും ഇത്തരത്തിൽ സഭയിലെ എല്ലാ വിഷയങ്ങളും, പ്രത്യേകിച്ച് MLA മാർക്കെതിരെ കയ്യേറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഇന്ന് ഒരു നിർണായക ദിവസമാണ്. സഭാ സമ്മേളനം, ബഡ്ജറ്റ് സമ്മേളനം തുടരണോ അല്ലെങ്കിൽ അകാലത്തിൽ പിരിയുമോ എന്നൊരു കാര്യത്തിലൊക്കെ തന്നെ ഇന്നത്തെ ഒരു യോഗങ്ങൾ വളരെയധികം ചർച്ചയാകും. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി UDFന്റെ ഈ ഒരു യോഗം ചേരും. നിയമസഭാ കക്ഷി യോഗത്തിലായിരിക്കും ഇന്നത്തെ പ്രതിഷേധങ്ങളും അതോടൊപ്പം തന്നെ അടിയന്തര പ്രമേയ നോട്ടീസും അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക. അതിനുശേഷം ചോദ്യോത്തരവേളയിൽ അവർ സുഗമമായി പങ്കെടുക്കും. ആ ഒരു കാര്യത്തിൽ പ്രതിപക്ഷം വലിയ തോതിൽ സഹകരിക്കുകയും ചെയ്യും. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തുടർച്ചയായി അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിക്കുകയാണ്. ആവശ്യമായ കാര്യങ്ങൾക്ക് പോലും, അടിയന്തരമായ കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിൽ അനുമതി നിഷേധിക്കുന്നു. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ഒരു തരത്തിലും നിഷേധിക്കുകയാണെങ്കിൽ, എല്ലാ തരത്തിലും നിഷേധിക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ ഇനിയും പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നൊരു നിലപാട് തന്നെയാണ് VD സതീഷിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ തന്നെ ഒരു അനുരഞ്ജന ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് പ്രതിപക്ഷ MLA മാർക്കെതിരെ ഇത്തരത്തിൽ ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം, അന്നത്തെ കയ്യാങ്കളി വിഷയവുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് വലിയ തോതിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നു. ഇതൊക്കെ ഒരു പ്രകോപനമായി തന്നെയാണ് പ്രതിപക്ഷം കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം അത് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി അതിൽ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചാൽ മാത്രമേ ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കുന്ന കാര്യോപദേശക സമിതിയിൽ പങ്കെടുക്കൂ എന്ന നിലപാടിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. എന്തായാലും ഇന്നും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ ശരിയായ രീതിയിൽ, ഒരു കൃത്യമായ രീതിയിലൊരു നിലപാട് തന്നെയാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. അതിലെങ്ങനെയായിരിക്കും സർക്കാർ സഹകരിക്കുക എന്ന കാര്യത്തിൽ തന്നെയായിരിക്കും ഇന്ന് നോക്കിക്കാണേണ്ടതും. സജിത്, രഞ്ജിനി. തീർച്ചയായും സമവായത്തിലെത്തുമോ അതോ വീണ്ടും സംഘർഷത്തിലേക്കാണോ കാര്യങ്ങൾ പോകുക എന്നൊക്കെ നോക്കിയിരുന്നു കാണാം. എന്തായാലും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് തുടർച്ചയായി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നതൊക്കെ അവസാനിപ്പിക്കണം. പ്രതിപക്ഷ MLA മാർക്കെതിരെ നിയമസഭാ മന്ദിരത്തിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകൾ റദ്ദാക്കണം. ഭരണപക്ഷ MLA മാർക്കെതിരെയും പാച്ചാങ്കാടിനെതിരെയൊക്കെ കേസെടുക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു തീരുമാനം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാമല്ലേ? മറ്റൊരു കാര്യം പോവുകയാണെങ്കിൽ നന്ദൻ, ഈ KK രമയുടെ കേസുമായി ബന്ധപ്പെട്ട് സൈബർ സെല്ലിനും സ്പീക്കർക്കും KK രമ പരാതി നൽകിയിരുന്നല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ അടക്കം അപവാദ പ്രചരണം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത്. ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടായേക്കുമോ? കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു സൈബർ സെല്ലിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു അന്വേഷണം ഉണ്ടായേക്കില്ല എന്ന ഒരു സൂചനയാണല്ലോ ലഭിച്ചത്. എന്താണ് ഈ മണിക്കൂറിൽ പ്രതീക്ഷിക്കേണ്ടത്?
രജനി, കെ സച്ചിൻ ദേവ് MLA-ക്കെതിരെ കെ രമ MLA നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ നിയമസഭയ്ക്കുള്ളിൽ നടന്ന കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസ് നടപടി സ്വീകരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. 2 കേസുകളാണ് മുന്നിലുള്ളത്. ഒന്ന്, ഇത്തരത്തിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ വാച്ച് ആൻഡ് വാർഡ് നൽകിയ ഒരു കേസാണ്. ഇതിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റൊരു കേസ് വാച്ച് ആൻഡ് വാർഡിനും ഭരണപക്ഷ MLA-മാർക്കുമെതിരെ പ്രതിപക്ഷ MLA-മാരായ സനീഷ് കുമാർ ജോസഫും കെ രമയും നൽകിയ പരാതിയാണ്. ഇതിൽ ഭരണപക്ഷ MLA-മാർക്കെതിരെ ജാമ്യം ലഭിക്കുന്ന പരാതികളുമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ വലിയ തോതിൽ ഒരു വാക്പോരുകൾ നേരത്തെ തന്നെ നിലനിർത്തുന്നു. പക്ഷേ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മ്യൂസിയം പോലീസ് നിയമസഭ സ്പീക്കറുമായി ബന്ധപ്പെടുകയും അതിൽ അനുവാദം ചോദിക്കുകയും ചെയ്തു. കാരണം പോലീസിന് ഇത്തരത്തിൽ സഭയ്ക്കുള്ളിൽ കയറണമെങ്കിൽ, ആ സഭയ്ക്കുള്ളിൽ കയറി ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് സ്പീക്കറിന്റെ അനുമതി വേണം. അതുകൊണ്ട് തന്നെ സ്പീക്കറിന്റെ അനുമതി തേടി ഇന്ന് മ്യൂസിയം പോലീസ് ഒരു അനുമതി തേടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അതിനുള്ളിൽ സഭയ്ക്കുള്ളിൽ നടന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കണം, അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കണം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൽ അനുമതി തേടിയായിരിക്കും ഇന്ന് മ്യൂസിയം പോലീസ് നിയമസഭാ സ്പീക്കറിന് അനുമതി തേടി ഒരു കത്ത് നൽകുകയും ചെയ്യും. എന്തായാലും ഇതുവരെയും കെ രമ MLA നൽകിയ പരാതിയിൽ ഇതുവരെയും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഭരണപക്ഷ MLA-മാർ നൽകിയ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നു. പ്രതിപക്ഷ MLA-മാർ നൽകിയ പരാതിയിൽ ജാമ്യം ലഭിക്കുന്ന പരാതികൾ ഇത്തരത്തിൽ ഭരണകക്ഷി MLA-മാർക്കെതിരെ എടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ തോതിൽ ഈ ഒരു വിഷയം ഇന്നും സഭയ്ക്കുള്ളിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം പോലീസിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. രഞ്ജിനി. ശരി, നന്ദനാണ് വാർത്തയുടെ വിശദാംശം. അതെന്തായാലും നിയമസഭ ഇന്ന് സംഘർഷമാവും. ഒപ്പം തന്നെ ഈ അന്വേഷണ നീക്കങ്ങൾ നമ്മൾ നന്ദൻ സൂചിപ്പിച്ച പോലെ തന്നെ വേറൊരു വിഷയവും കൂടി ഉള്ളത്, നിയമസഭാ സെക്രട്ടറിയോട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികം അതിലും ഇന്ന് അനുമതി ഉണ്ടാകുമോ എന്ന കാര്യവും നിർണായകമാണ്. എന്തായാലും തലസ്ഥാനം ആ തരത്തിൽ നിയമസഭാ വാർത്തകൾ കൊണ്ട് സമ്പന്നമാകും അല്ലേ? ഒപ്പം തീർച്ചയായും തലസ്ഥാനത്തെ മറ്റൊരു കാര്യം പറയാൻ ലോ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. KSRTC ഇന്ന് CATU പ്രതിനിധികളുമായി ഗതാഗത മന്ത്രി ചർച്ച നടത്തുന്നത്. അങ്ങനെ വാർത്തകൾ തലസ്ഥാനത്ത് നിന്നും നിരവധിയാണ്. മറ്റു വാർത്തകളുമുണ്ട്. ഒപ്പം വെള്ളായണിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയുണ്ട്. അതിലേക്കൊക്കെ വളരെ വേഗത്തിൽ തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. അപ്പോൾ വെള്ളായണിയിൽ നിന്നും പ്രഭാത കേരളം വീണ്ടും തുടരുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ വീണ്ടും പോകുന്ന തലസ്ഥാന നഗരിയിലേക്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച ചില 2 വാർത്തകൾ കൂടി അവിടെ നിന്നും പരിശോധിക്കണം. ഒന്ന്, KSRTC ഗതാഗത മന്ത്രിയുമായി ഗതാഗത മന്ത്രി ഇന്ന് KSRTC CATU യൂണിയൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നുണ്ട്. ഈ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം ഗഡുക്കളായി നൽകുന്നതിനുള്ള ആ ആശങ്കകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി ഇന്ന് ചർച്ച നടക്കുന്നത്. മറ്റൊന്ന്, ലോ കോളേജ് സംഘർഷം. നന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. നന്ദൻ, ആദ്യം ഈ ലോ കോളേജ് വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇന്നിപ്പോൾ പ്രിൻസിപ്പൽ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായൊക്കെ ചർച്ച നടത്തുന്നുണ്ടല്ലോ. എന്ത് പ്രതീക്ഷിക്കണം? നിലവിൽ എന്തായാലും ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. അത് ഓൺലൈനായാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഓൺലൈനായി തന്നെ വേണോ അതോ ഓഫ്ലൈനായി ക്ലാസുകൾ തുടരണോ എന്ന കാര്യത്തിൽ ചേരുന്നുണ്ടോ എന്ന് അറിയുന്നു. നന്ദൻ, ഇന്ന് സർവകക്ഷി യോഗം അടക്കമുള്ള വലിയ നടപടിക്രമങ്ങൾ, അതായത് ലോ കോളേജിലെ സംഘർഷം ഇനി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് ഇന്ന് നടക്കുന്നത്? എന്തൊക്കെയാണ് നീക്കങ്ങൾ? നന്ദൻ. സജിത്ത്, എന്തായാലും ലോ കോളേജ് സംഘർഷം വലിയ തോതിൽ രാഷ്ട്രീയ കൈമാനം കൈവന്നിരിക്കുകയാണ്. ഇന്ന് സഭയിലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ മാനം കൈവന്ന ഒരു വിഷയമായി ലോ കോളേജ് സംഘർഷം മാറിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ലോ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. SFI നേതാക്കളും അതോടൊപ്പം തന്നെ KSU നേതാക്കളും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. കാരണം ഇത്തരത്തിൽ ഒരുപാട് ദിവസമായി ഇത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട്
കൊടിതോരണങ്ങൾ കിട്ടുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച ഒരു സംഘർഷമാണ് ഇപ്പോൾ വലിയ തോതിൽ അധ്യാപികയെ ആക്രമിക്കുകയും വലിയ തോതിൽ അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പുറത്തു നിന്നുള്ള ആൾക്കാർ വരെ ക്യാമ്പസിനുള്ളിൽ കയറി അക്രമം അഴിച്ചുവിടുന്ന രീതിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ മുൻനിർത്തി തന്നെയായിരിക്കും ഇന്ന് പ്രിൻസിപ്പൽ ഈ ഒരു സർവകക്ഷി യോഗത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുക. SFI നേതാക്കളും KSU നേതാക്കളോടുകൂടിയും സമാധാനപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ 24-ാം തീയതി തെരഞ്ഞെടുപ്പ് നടത്താം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പടക്കം മാറ്റിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു കാര്യം വിശദീകരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ 24 SFI പ്രവർത്തകർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഈ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഒളിവിലുമാണ്. കാരണം അധ്യാപകയും പരാതി നൽകിയിട്ടുണ്ട്. KSUവിലെ ഭാരവാഹികളും അതോടൊപ്പം തന്നെ KSUവിലെ വനിതാ പ്രവർത്തകരും ഇത്തരത്തിൽ SFI പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 24 SFI പ്രവർത്തകർ ഇപ്പോഴും ഒളിവിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ അവരുടെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കാര്യത്തിൽ ഇന്ന് SFI കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. സസ്പെൻഷൻ പിൻവലിക്കണമെന്ന കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും SFIയുടെ ഇത്തരത്തിലുള്ള സമര നീക്കങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായതോടെ SFI ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ കഴിഞ്ഞ ദിവസം PTA യോഗത്തിലും ഈ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. PTA യോഗത്തിൽ പോലും SFI നേതാക്കളുടെ ഈ ഒരു സസ്പെൻഷൻ അത് പിൻവലിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ആ ഒരു യോഗത്തിലും തീരുമാനമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം SFI ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും കാര്യങ്ങൾ സുഗമമായി പോവുകയും ചെയ്തില്ല. എന്തായാലും ഇന്നത്തെ ഈ ഒരു സർവകക്ഷി യോഗത്തിലായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് ക്ലാസുകൾ നടന്നു പോകുന്നത്. അത് ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് ക്ലാസുകൾ നടന്നു പോകുന്നത്. അത് ഓഫ്ലൈനാക്കുകയും ക്ലാസുകൾ സുഗമമായി നടക്കുകയും വേണം. ക്യാമ്പസിൽ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരികയും ചെയ്യണം. അതിനെ സഹകരിക്കണം എന്നീ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്ന് പ്രിൻസിപ്പൽ ഈ ഒരു സർവകക്ഷി യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക. പക്ഷേ ഒരു തരത്തിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് പ്രത്യേകിച്ച് സസ്പെൻഷൻ പിൻവലിക്കണം എന്നൊരു കാര്യം തന്നെയാണ് SFI നേതാക്കളും ഉറച്ചു നിൽക്കുന്നത്. ഈ ഒരു SFI നേതാക്കളൊക്കെ തന്നെ ഇപ്പോഴും ഒളിവിലാണ്. എന്തായാലും ക്യാമ്പസിലുള്ള മറ്റ് SFI പ്രവർത്തകരും KSU നേതാക്കളും തന്നെയായിരിക്കും ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുക. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു യോഗം എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അതാണ് ലോ കോളേജിലെ സാഹചര്യം. എന്തായാലും ലോ കോളേജുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. തീർച്ചയായും ലോ കോളേജിലെ സംഘർഷങ്ങൾക്ക് പിന്നിൽ പതിവ് സംഘം തന്നെയാണ് എന്നതാണ് ആരോപണം, അല്ലേ? തീർച്ചയായും 1 വർഷം മുമ്പ് വിദ്യാർത്ഥിനിയെ ചവിട്ടിക്കൂട്ടിയ അതേ സംഘം തന്നെയാണ് ഈ അധ്യാപികയെ മർദ്ദിച്ചതിന് പിന്നിലെന്ന റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്, അല്ലേ? ഒപ്പം തന്നെ ഈ കുറ്റാരോപിതരായവർ ക്യാമ്പസിൽ വീണ്ടും സജീവമായതിന് പിന്നിൽ മാനേജ്മെന്റിന്റെ ഒത്താശയുണ്ടെന്നും ആരോപണമുണ്ട്. എന്തായാലും ആ വളരെ പ്രധാനപ്പെട്ട വാർത്ത കണ്ട ശേഷം മടങ്ങി. തിരുവനന്തപുരം ലോ കോളേജിൽ SFI KSU സംഘർഷത്തിനിടെ മർദ്ദനമേറ്റ സഫ്നയെ ഓർമ്മയുണ്ടാകും. ായിട്ടല്ല ലോ കോളേജിൽ ഇപ്പോൾ അക്രമം നടക്കുന്നത്. SFI നിരന്തരമായ അക്രമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈയിടെയും കണ്ടത്. എനിക്കുണ്ടായ സംഭവത്തിൽ സ്റ്റാഫ് കൗൺസിൽ എൻക്വയറി നടത്തി ഒരു നടപടി എടുത്തെങ്കിൽ പോലും SFIയുടെ സ്വാധീനം ഉപയോഗിച്ച് അവരാണിപ്പോൾ ഭരണപക്ഷം. അപ്പോൾ അവരുടെ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് അവർ വീണ്ടും ക്യാമ്പസിൽ കയറി അവരുൾപ്പെടെയുള്ള ആളുകളാണ് ഈ മാർച്ച് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഈ ഒരു വിഷയത്തിൽ ഉള്ളത്. അപ്പം ഈ സ്റ്റാഫ് കൗൺസിൽ നടപടി എടുത്താൽ പോലും ഭരണത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉപയോഗിച്ചിട്ട് ഇവർ വീണ്ടും ക്യാമ്പസിനുള്ളിൽ അക്രമം അഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അന്നും പ്രതിഷേധങ്ങൾ ഉയർന്നു, പേരിന് നടപടിയുമെടുത്തു. എന്നാൽ നടപടി ചട്ടപ്പടിയായി. അന്നത്തെ കേസിലെ പ്രതികൾ വീണ്ടും കോളേജിൽ ഭരണം തുടങ്ങി. ഈയിടെ നടന്ന വിഷയമാണെങ്കിൽ പോലും ഇതിനു മുമ്പ് നടന്ന വിഷയമാണെങ്കിൽ പോലും ഏരിയ കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ക്യാമ്പസിനുള്ളിലും പുറത്തുമായി നിൽക്കുന്നുണ്ട്. അപ്പം അവരുടെ കൂടെ സപ്പോർട്ടോടുകൂടിയാണ് ഇവർ ഇത്രത്തോളം അക്രമങ്ങൾ ക്യാമ്പസിനുള്ളിൽ അഴിച്ചുവിടുന്നത്. ഉപരോധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ടീച്ചർമാർ ഉൾപ്പെടെ പറഞ്ഞതാണ് ക്യാമ്പസിനുള്ളിൽ പുറത്തുനിന്നുള്ള പാർട്ടിക്കാരുണ്ടായിരുന്നു എന്ന്. ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ പേരിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകാത്തതാണ് ഇതിന് കാരണം. ഒപ്പം അവർക്ക് നിർലോഭം ലഭിക്കുന്ന അധികാര രാഷ്ട്രീയ പിന്തുണയും. ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് സാഹചര്യം. എന്തായാലും നമുക്ക് കൊച്ചിയിലൂടെ പോവേണ്ടതുണ്ട്. മധ്യ കേരളത്തിന്റെ പൊതുചിത്രം എന്താണെന്ന് നോക്കാം. സുവി വിശുദ്ധാനൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. സുവി, വെരി ഗുഡ് മോർണിംഗ്. പ്രധാനമായും ബ്രഹ്മപുരം വിഷയമാണ് കൊച്ചിയെ കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി വാർത്തയിൽ നിറച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ ഹരിത ട്രിബ്യൂണലിന്റെ ഇടപെടൽ കൂടി വന്നതോടെ അതൊന്നുകൂടി സങ്കീർണമാവുകയാണ് വിഷയം ചെയ്തത്. ഈ വിഷയത്തിൽ കോർപ്പറേഷൻ അപ്പീൽ പോവാൻ നീക്കമുണ്ട് എന്ന കാര്യം അറിയുന്നു. എന്തായിരിക്കും കോർപ്പറേഷൻ ഇക്കാര്യത്തിലെ തുടർ നീക്കം? അതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ? സുവി.
ഗുഡ് മോർണിംഗ് സജിത്, ഗുഡ് മോർണിംഗ് രഞ്ജിനി. ഏതായാലും ബ്രഹ്മപുരത്തെ മാലിന്യ പ്രശ്നം തന്നെയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൊച്ചി ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുന്നത്. കൊച്ചി മാത്രമല്ല, മലയാളികൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഈ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അതിനിടയിലാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഒരു വലിയ വിമർശനവുമായി വന്നത്. 100 കോടി രൂപ പിഴയും ചുമത്തി കൊച്ചി കോർപ്പറേഷന്. അത് വലിയ അടിയായിരുന്നു കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ച്. അതിൽ ഒരു മേയർ അനിൽകുമാർ ഉൾപ്പെടെ പറയുന്നത് കൊച്ചി കോർപ്പറേഷന്റെ വാദം കേൾക്കാതെയാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്നായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുമായി മുന്നോട്ട് പോകാനാണ് കൊച്ചി കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പീൽ നൽകും. അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കവാറും സുപ്രീം കോടതിയിൽ തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട അപ്പീൽ നൽകുക. ഏതായാലും 100 കോടി രൂപ പിഴ നൽകാൻ സാധ്യമല്ല എന്ന് നേരത്തെ തന്നെ അനിൽകുമാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അത് ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു വരികയാണ് എന്നാണ് അനിൽകുമാർ പറയുന്നത്, മേയർ പറയുന്നത്. അതിനുവേണ്ടി ഇന്ന് റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. കൊച്ചി മേയർ, സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഫ്ളാറ്റ് ഉടമകൾ, പ്രധാനപ്പെട്ട ഫ്ളാറ്റ് ഉടമകൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെല്ലാം തന്നെ ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിലായിരിക്കും ഈ യോഗം ചേരുക എന്നാണ് അറിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം റെസിഡൻസ് അസോസിയേഷനുകളോട് ഉറവിടത്തിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള രീതികൾ പ്രയോജനപ്പെടുത്തണം എന്നായിരിക്കും പറയുക. അതിന് ഒരു സമയക്രമം കൂടെ നിശ്ചയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മാലിന്യ പ്രശ്നത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടലാണ് കൊച്ചി കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് പറഞ്ഞു വരാൻ. സജിത്. അതാണ് ബ്രഹ്മപുരം വിഷയമാണ് ഇന്നും കൊച്ചിയെ സങ്കീർണമാക്കുന്നത്. കോർപ്പറേഷന്റെ തുടർ നീക്കങ്ങൾ കാര്യത്തിലുണ്ട്. തീർച്ചയായും അപ്പീൽ നൽകുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വന്നേക്കും. നമ്മൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദൻ, ഈ KSRTC വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത ഇന്ന് ഗതാഗത മന്ത്രി CITU പ്രതിനിധികളുമായി ഒക്കെ ചർച്ച നടത്തുന്നുണ്ടല്ലോ. എന്ത് പ്രതീക്ഷിക്കണം ഈ ശമ്പള വിതരണവുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ യോഗത്തിൽ? ഇത് രണ്ടാം ഘട്ട ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു മുമ്പും CITUവും ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ഒരു ചർച്ചയിൽ കാര്യങ്ങൾ തീരുമാനമാകാതെ പിരിയുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ BMSഉം TDFും അത് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. BMSഉം TDFും ഒരു സംയുക്ത പണിമുടക്കിൽ ഇത്തരത്തിൽ CITUവിനും ഇപ്പോൾ കത്ത് നൽകിയിരിക്കുകയാണ്. 3 അംഗീകൃത ട്രേഡ് യൂണിയനുകളും ഒരുമിച്ച് സമരം ചെയ്യണം എന്ന് തന്നെയാണ് TDFിന്റെയും BMSന്റെയും നിലപാട്. അത് തന്നെയാണ് CITUവിന്റെയും ചില നേതാക്കളുടെയും ഒക്കെ തന്നെ തീരുമാനം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ ശമ്പളം ഗഡുക്കളായി നൽകുന്ന രീതിയിലേക്ക് മാനേജ്മെന്റ് നീങ്ങുമ്പോൾ മാനേജ്മെന്റിനെതിരെ സമരം നടത്താൻ തന്നെയായിരുന്നു CITUവിന്റെ ഒരു തീരുമാനം. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനം, ഇത്തരത്തിൽ സർക്കാർ ധനവകുപ്പിൽ നിന്നും പണം വൈകി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ഒരു യോഗം അംഗീകൃത ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷമൊക്കെ തന്നെ നടന്നിരുന്നു. ആ ഒരു യോഗത്തിൽ കൃത്യം 5-ാം തീയതിക്ക് മുമ്പ് തന്നെ സർക്കാരിന്റെ ധനസഹായം നൽകാമെന്നതായിരുന്നു അന്ന് ജീവനക്കാർക്ക് നൽകിയ ഉറപ്പ്. പക്ഷേ ആ ഒരു ഉറപ്പ് പാലിക്കാൻ ഇതുവരെയും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പല മാസങ്ങളിലും നമ്മൾ കാണാൻ സാധിച്ചത് 15-ാം തീയതി ആകുമ്പോഴാണ് ധനവകുപ്പ് ഇത്തരത്തിൽ പണം KSRTCക്ക് നൽകുന്ന ഒരു സ്ഥിതിവിശേഷവും പോയിരുന്നു. ഇത്തരത്തിൽ ഫെബ്രുവരി മാസത്തെ ശമ്പളം നൽകിയത് പോലും KSRTC അവർ ഡീസലിന് വേണ്ടി മാറ്റിവെച്ച പണത്തിൽ നിന്നാണ്. ഇപ്പോഴും ധനവകുപ്പിൽ നിന്നും കൃത്യമായ രീതിയിൽ ഒരു മറുപടിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നൽകുന്ന ഒരു കാര്യത്തിൽ തീരുമാനമാവുകയോ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെതിരെ സമരം ചെയ്യുമ്പോൾ പോലും ഒരു തരത്തിൽ അത് സർക്കാരിനെതിരെ സമരമായി മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് CITU ഇപ്പോൾ ഒരു സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയും ഒന്ന് ചർച്ച നടത്തിയതിനു ശേഷം കാര്യങ്ങൾ തീരുമാനിക്കാം എന്നൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ ഒരു സമരം ഇന്ന് ഈ ഒരു ചർച്ച ഗതാഗത മന്ത്രി ആന്റണി രാജുവായിട്ട് നടക്കുമ്പോഴും കൃത്യമായ രീതിയിൽ ഈ ഒരു കാര്യം ശമ്പളം എന്ന ഒരു വിഷയം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. ശമ്പളം ഗഡുക്കളായി നൽകുന്നത് അവസാനിപ്പിക്കണം. ശമ്പളം കൃത്യമായി 5-ാം തീയതിക്ക് തന്നെ നൽകണം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം. മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കണം എന്നീ വിഷയങ്ങൾ തന്നെയായിരിക്കും CITU മുന്നോട്ട്
തീരുമാനിക്കുക. അതേസമയം ഗതാഗത മന്ത്രി ആന്റണി രാജു ആകട്ടെ ഇപ്പോഴത്തെ KSRTCയുടെ ധനസ്ഥിതിയും സർക്കാരിന്റെ ധനസ്ഥിതിയുമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. സഹകരിക്കണം, പ്രത്യേകിച്ച് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാനേജ്മെന്റുമായി സഹകരിക്കണം എന്നൊരു നിലപാടായിരിക്കും ഗതാഗത മന്ത്രി ആന്റണി രാജു തീരുമാനിക്കുക. എന്തായാലും ഇന്നത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷമായിരിക്കും KSRTCയിലെ CITU KSRTC EA എന്ന അവരുടെ സംഘടന എങ്ങനെ പ്രതിഷേധം നടത്തുമെന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതേസമയം TDFും BMSും പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് KSRTC മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. രഞ്ജിനി, ശരി, എന്തായാലും രണ്ടാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടക്കാൻ പോകുന്നല്ലേ. അപ്പോൾ പ്രഭാത കേരളം വെള്ളായണിക്കായലിന് തൊട്ട് സമീപത്ത് നിന്നും തുടരുകയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയുള്ള ഇടം കൂടിയാണ്. പ്രത്യേകിച്ച് സ്ഥലത്ത് ഇവിടെ എടുത്തു കാണേണ്ടത് സമയം ഇപ്പോൾ 7:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ നിൽക്കുന്ന റോഡിന്റെ 2 വശത്തും കായലുമാണ്. പക്ഷേ അതിന്റെ ഒരു കൂളിംഗ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നല്ല ചൂടാണ്. ആ ചൂടിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനത്ത് പല ദിവസങ്ങളിലും താപനില ഇങ്ങനെ ഉയർന്ന രീതിയിലാണ് രേഖപ്പെടുത്തുന്നത്. അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്തുമുണ്ട്. അതെ, അതാണ് വെള്ളായണിക്കാലിൻ്റെ ഒരു പശ്ചാത്തലം. എന്തായാലും വെള്ളായണിയുടെ ഒരു പ്രഭാത കാഴ്ചകൾ വളരെ മനോഹരമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഞങ്ങൾ ഈ റോഡിൻ്റെ സമീപത്തു നിന്നും വെള്ളായണി കായൽ കാഴ്ചകൾ എത്തിക്കുന്നതിൽ ചില പരിമിതികളുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഉള്ളിലേക്കൊക്കെ പോയാൽ വളരെ മനോഹരമായ കാഴ്ചകളുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ പ്രാദേശിക ടൂറിസം ഇടങ്ങളിൽ എന്തുകൊണ്ട് വെള്ളായണിയൊക്കെ ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ചില ടൂറിസം സംരംഭങ്ങളും ചില പ്രദേശങ്ങളും ആൾക്കാർക്ക് വന്നു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെയില്ല. കാരണം വരുന്ന വാഹനത്തിലൊന്ന് കടന്നു പോകുന്നവർക്ക് വെള്ളായണി കായൽ ഇവിടെ നിന്ന് കാണാം എന്നതിനപ്പുറത്തേക്ക് കായലിൻ്റെ മറ്റ് കാഴ്ചകളിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാൻ അങ്ങനെയുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും നിരവധി സഞ്ചാരികൾ എത്തുന്ന ഒരു ഇടം കൂടിയാണ്. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നിരവധി പേർ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിദേശികളടക്കം ഇവിടെ വന്ന് പോകുന്ന ഒരു ഇടം കൂടിയാണ്. എന്നിട്ട് കൂടിയും ഇത്തരത്തിലുള്ള പരിമിതികൾ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായി മാറുന്നത്. ശരി, അപ്പം നമ്മൾ വെള്ളായണി കാഴ്ചകൾ തുടരും. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ കണ്ടതാണ്. തലശ്ശേരി ബിഷപ്പിന്റെ ഒരു രാഷ്ട്രീയ പ്രസ്താവന ഉണ്ടാക്കിയ തുടർ വിവാദങ്ങൾ. സ്വാഭാവികമായും അത് തുടർ ചർച്ചകൾക്ക് കേരള രാഷ്ട്രീയത്തിൽ വിധേയമാവും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളും ഇത്തരത്തിലുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടി തുടക്കമിടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ വളരെ കരുതലോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്തായാലും BJPക്ക് അനുകൂലമായ ഒരു പ്രസ്താവന ബിഷപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായതോടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് BJPയും ഇത് അവസരമാക്കും. സ്വാഭാവികമായ തുടർ ചർച്ചകൾക്കും ഇത് വേദിയാവും. എന്തായാലും ആ റിപ്പോർട്ട് കാണാം. മടങ്ങി വരും. തലശ്ശേരി ബിഷപ്പിന്റെ പ്രസ്താവനയെ തുടർന്ന് റബ്ബറിന്റെ താങ്ങുവിലയ്ക്കപ്പുറം BJPയും കത്തോലിക്ക സഭയും തമ്മിൽ ധാരണയുണ്ടായി എന്ന വികാരം പങ്കുവെക്കുന്നവർ ഏറെയാണ്. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഭയ്ക്ക് താൽപ്പര്യമുള്ള സ്ഥാനാർത്ഥികളെ കൂടി BJP പരിഗണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. മാർ ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല നിലപാട് കോൺഗ്രസിന്റെയും നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ ചോർന്നു പോകും എന്നതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അത് നേരിട്ടതാണ്. കേരളത്തിൽ അധികാരം അകലെയല്ലെന്ന് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു. കേരളം പിടിക്കുമെന്ന് അമിത്ഷായും പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് തലശ്ശേരി ബിഷപ്പിന്റെ BJP അനുകൂല പ്രഖ്യാപനം. റബ്ബറിന്റെ താങ്ങുവില 120 നിന്ന് 300 ഉയർത്തണം എന്നതാണ് ആവശ്യമെങ്കിലും ഇതിനപ്പുറം രാഷ്ട്രീയമുണ്ടെന്ന് കരുതേണ്ടതുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗിന്റെ ഒരു MLAയും RSS നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് കത്തോലിക്ക സഭയുടെയും BJP അനുകൂല നിലപാട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആദ്യമായാണ് ഇത്രയും പരസ്യമായി BJP അനുകൂല നിലപാട് സ്വീകരിക്കുന്നത്. BJPയെ അനുകൂലിക്കുന്നവരെ പരസ്യമായി എതിർക്കാൻ കഴിയാത്ത ഗതികേടിലാണ് കോൺഗ്രസും CPIMും. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും ഈ വിഷയം വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമാറുമെന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. അങ്ങനെ ഒരു പരാമർശമാണ് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും LDFനായാലും UDFനായാലും തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു അവസരമായി മാറുകയുമാണ്. എന്തായാലും ഇതിന്റെ രാഷ്ട്രീയം എന്താണ് നമുക്ക് പരിശോധിക്കാം. വിനേഷ് കുമാർ ചേരുന്നു നമുക്കൊപ്പം. വിനേഷ്, മലബാറിന്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇത് സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയത്തെ ബാധിക്കുന്ന ഒരു നീക്കമാണ് ഇന്നലെ കണ്ണൂരിൽ നിന്നും ആരംഭിച്ചത്. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ വെറുമൊരു റബ്ബറിന്റെ വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട വിഷയമോ അത്തരം പ്രസ്താവനയോ മാത്രമല്ല, ഇത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും നീക്കങ്ങൾക്കുമൊക്കെ ഇടവെച്ചേക്കാവുന്ന ഒരു പ്രസ്താവനയുടെ തുടക്കമായി നമുക്ക് കാണേണ്ടി വരില്ലേ? ഒന്ന്. മറ്റൊന്ന്, ഇന്നലത്തെ ഈ പ്രസ്താവനയുടെ തുടർച്ചയായി ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ദിനേഷ്.
സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ ഈ വാർത്ത കൊടുത്തതിന് ശേഷം ചില കർഷക സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നു. അതായത് കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിലുള്ള അവർക്കെല്ലാം തന്നെ ഈ ബിഷപ്പിൻ്റെ, അതായത് തലശ്ശേരി ബിഷപ്പിൻ്റെ പ്രസ്താവനയോട് പൂർണ്ണമായും യോജിപ്പാണ്. അവർ പറയുന്നൊരു കാര്യം, ഈ കേവലം ഒരു റബ്ബറിന് 300 രൂപയാക്കുക എന്നതിലപ്പുറം മലയോര മേഖല ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, പ്രധാനമായും വന്യമൃഗ ശല്യമുണ്ട്, അതുപോലെ തന്നെ ഈ ബഫർ സോൺ ഭീതിയുണ്ട്, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇതിൽ കർഷകർക്കൊപ്പം ആര് നിൽക്കുന്നുവോ അവരെ സഹായിക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് മാറുന്നു. പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ലഭിക്കുന്ന കേന്ദ്രങ്ങളാണ്, പക്ഷേ അവരെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവരാനോ അല്ലെങ്കിൽ കർഷകർക്കൊപ്പം നിൽക്കാനോ കഴിയുന്നത് BJPക്ക് മാത്രമാണ്. അതവർക്കറിയാം. കാരണം കേന്ദ്ര സർക്കാരിന് മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇത് മാത്രമല്ല, ഈ നാണ്യവിളകളുടെ വിലയിടിവ് അല്ലെങ്കിൽ വില വർധനയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിന് കേന്ദ്ര സർക്കാരിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ബഫർ സോൺ വിഷയത്തിലാണെങ്കിലും ഒരു തീരുമാനം അങ്ങനെ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വന്യമൃഗശല്യം, അത് ഈ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മാത്രമേ അത്തരത്തിലൊരു നടപടിയായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് BJPയെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു നിലപാടിലേക്ക് ബിഷപ്പ് എത്തിച്ചേരുന്നത്. ഇതേ നിലപാട് തന്നെയാണ് കർഷക സംഘടനകൾക്ക്, അതായത് ഈ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള കർഷക സംഘടനകൾക്കും ഇതേ ഒരു നിലപാട് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഒരു പക്ഷേ ഇനി ബിഷപ്പുമായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തിയേക്കാം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയായിരിക്കും. അതായത് അങ്ങനെ ഒരു വോട്ട്, ക്രൈസ്തവ വോട്ടുകൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വോട്ടുകൾ മറിയുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ BJPക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വലിയ ഒരു ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ BJPക്ക് ഇതുവരെയും ഈ ലോക്സഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് ഇതാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ BJPക്ക് ആ ദുഃഖം ഞങ്ങൾ മാറ്റിത്തരാം എന്നാണ് ബിഷപ്പ് പറയുന്നത്. ബിഷപ്പ് ആ കാര്യത്തിൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും ആ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്തത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വലിയ തോതിൽ വിള്ളലുണ്ടാവും. എന്തായാലും പൂർണ്ണമായും വോട്ടുകൾ BJPയിലേക്ക് മറിയില്ലെങ്കിൽ പോലും അങ്ങനെ ബിഷപ്പ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ 60%-ലധികം വോട്ടുകളും ഒരുപക്ഷെ BJPക്ക് ലഭിച്ചേക്കാം എന്നൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. മറ്റൊന്ന് കോൺഗ്രസിനും LDFനുമാണ്. ഈ രണ്ട് മുന്നണികളും വലിയ ആശങ്കയിൽ തന്നെയാണ്. ഈ BJP ഈ ബിഷപ്പ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ലെന്നാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. എന്തായാലും MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ആ കാര്യത്തിൽ പരിശോധന നടത്തണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും LDFനും കിട്ടിക്കൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളാണ്. ഇത് സഹികെട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കാരണം അത്രത്തോളം മലയോര മേഖലയിൽ കർഷകരായ ഞങ്ങൾ വലിയ പ്രശ്നങ്ങൾ സഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ബിഷപ്പും അല്ലെങ്കിൽ ഈ കർഷക സംഘടനകളും എല്ലാം തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ BJPയെ പിന്തുണയ്ക്കുക എന്നുള്ളൊരു നിലപാടിനപ്പുറത്തേക്ക് തങ്ങളെ സഹായിക്കുന്നവരാരോ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. എന്തായാലും ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ ഈ ഒരു സാഹചര്യത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കാൻ കഴിയില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന് ഒരു പരിധിവരെ അത് കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ ബിഷപ്പ് ഒരു മുളം നീട്ടിയെറിയുകയും BJPക്ക് വോട്ട് നൽകാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത്. എന്തായാലും ഇത് BJPക്ക് വലിയ ഗുണം ചെയ്യും. കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ സജീവമായി ഈ വിഷയം തന്നെയായിരിക്കും ചർച്ചയാവുക. തീർച്ചയായും വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വലിയ രാഷ്ട്രീയ വിവാദം, രാഷ്ട്രീയ ചർച്ചയായി മാറാൻ പോകുന്ന ഒരു വിഷയമാണ്. രഞ്ജിനി, എനിക്ക് തോന്നുന്നു ഇതൊരു കർഷകരെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിൽ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച് മറ്റ് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി ഇത് മാറിയേക്കാം. BJP ആ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തിയേക്കാം. ഒരുപക്ഷെ ഇന്നലെ ഈ ബിഷപ്പ് പറഞ്ഞതിന് തുടർച്ചയായി കൂടുതൽ ദേശീയ നേതാക്കളൊക്കെ സഭയുമായുള്ള ആശയവിനിമയം നടത്തി ആ ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായേക്കാം. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലമായ വയനാട്ടിൽ സന്ദർശനത്തിനായാണ് അദ്ദേഹം എത്തുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കാശ്മീരിലെ ഭാരത് ജോഡോ സമാപനവുമായി ബന്ധപ്പെട്ട് നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ആ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഡൽഹി പോലീസ് അവിടെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കണ്ടില്ല. ചില പ്രതിഷേധങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കളൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് അദാനി വിഷയത്തിൽ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാടിന് BJP തിരിച്ചടിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായി അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. പ്രതികരണങ്ങളും ഉണ്ടായേക്കാം. വിനേഷ്, അങ്ങനെയുള്ള പ്രതികരണങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ എപ്പോഴായിരിക്കും രാഹുൽ ഗാന്ധി എത്തുക? എത്ര ദിവസത്തെ സന്ദർശനമാണ്? അദ്ദേഹത്തിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, 4:30 ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധി എത്തുക. 5:30 കോഴിക്കോട് ജില്ലയിലെ, അതായത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന മുക്കത്താണ് അദ്ദേഹത്തിന് UDFന്റെ ഒരു പൊതുപരിപാടിയാണുള്ളത്. ഈ ഒറ്റ പരിപാടി മാത്രമാണ് അദ്ദേഹത്തിന് കോഴിക്കോട് ജില്ലയിലുള്ളത്. അതിനുശേഷം അദ്ദേഹം നാളെ രാവിലെ വയനാട്ടിലുണ്ട്. വയനാട്ടിൽ
UDFിൻ്റെ ഒരു തദ്ദേശ സ്വയംഭരണ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 11:45 മീറ്റിംഗ് ഉണ്ട് പുള്ളിക്ക്. അതിൽ രാഹുൽ ഗാന്ധിക്ക് അതിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ഫാത്തിമ മിഷൻ ഹോസ്പിറ്റലിൽ 2:30 രാഹുൽ ഗാന്ധിക്ക് അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചു പോവുക. കാര്യമായി സാധാരണ വയനാട്ടിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പരിപാടി 4-5 പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. പക്ഷേ ഇത്തവണ പരിപാടികൾ വളരെ കുറവാണ്. കണ്ണൂരിൽ നിന്ന് നേരെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ മുക്കത്ത് ഒറ്റ പരിപാടി മാത്രം ഇന്ന് കഴിഞ്ഞാൽ ബാക്കി 2 പരിപാടികളും നാളെ വയനാട്ടിലാണ് ഉള്ളത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം 2 ദിവസത്തെ പരിപാടിയാണ്. കോഴിക്കോടും വയനാട്ടും പരിപാടികൾ. എന്തായാലും രാഹുൽ ഗാന്ധി ഈ സമയത്ത് എത്തുന്ന സന്ദർശനം വാർത്തകൾക്ക് ആ തരത്തിലുള്ള പ്രാധാന്യവും ഉണ്ടാകും. വെള്ളാനിക്കായലിന് സമീപത്ത് നിന്നും പ്രഭാത കേരളം തുടരുകയാണ്. ഇനിയും നിരവധി വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. ഇവിടുത്തെ കാഴ്ചകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. അങ്ങനെ നമ്മൾ മടങ്ങി വരികയാണ്. പ്രഭാത കേരളം തുടരുകയാണ്. നമ്മൾ വീണ്ടും തലസ്ഥാനത്തേക്കാണ് പോകുന്നത്. മറ്റൊരു ഇപ്പോൾ കിട്ടിയ വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. ആ വാർത്തയിലേക്ക് തന്നെ നമുക്ക് പോകാം. കേരള സർവകലാശാല ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ ഇപ്പോൾ ഒരു പരാതി വന്നിരിക്കുകയാണ്. പ്രസവിച്ച 8ാം നാൾ ആ സ്ത്രീയോട് സർവകലാശാലയിൽ ഹാജരാകാൻ രജിസ്ട്രാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും ആ സമ്മർദ്ദത്തെ തുടർന്ന് ഇപ്പോൾ ആ യുവതി സർവകലാശാലയിൽ ഹാജരാകുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ഐശ്വര്യ അനിലാണ് പങ്കുവയ്ക്കുന്നത്. ഐശ്വര്യ, എന്താണ് ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ? ഈ യുവതിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, രഞ്ജിനി, ഈ ഒരു വിഷയത്തിൽ അതായത് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരോപണം ഡെപ്യൂട്ടി രജിസ്ട്രാർ സന്തോഷിനെതിരെയാണ്. ഒരു യുവതി, അതായത് പ്രസവിച്ച 8ാം നാൾ യുവതിയെ സർവകലാശാലയിൽ വരാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആരോപണം. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടി ലീവ് എടുത്ത് പോവുകയായിരുന്നു, 5 വർഷം ലീവ് എടുത്ത് പോവുകയായിരുന്നു. അതിനുശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ ചില പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ഈ കുട്ടി തിരിച്ചു വരികയും ഈ മാസം 1-ാം തീയതി റീജോയിൻ ചെയ്യുകയും ചെയ്തു. ആ റീജോയിൻ ചെയ്യുന്ന ദിവസം പിന്നീട് സെക്ഷൻ ഓഫീസർ ലീവായിരുന്നു. അതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ഡെപ്യൂട്ടി രജിസ്ട്രാറെ കാണാതെ മടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം ഇത്തരത്തിൽ വിളിച്ചു വരുത്താനുള്ള കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് അതായത് അദ്ദേഹം രേഖാമൂലം വിളിച്ചു വരുത്തിയിട്ടില്ല, പക്ഷെ ഫോണിൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. പെൺകുട്ടി നിലവിൽ പരാതി നൽകിയിട്ടില്ല, പക്ഷെ ഇടത് സംഘടനകളും ഒപ്പം തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പ്രതിഷേധം ഇന്ന് കേരള സർവകലാശാലയിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഇടത് സംഘടനയുടെ വനിതാ സബ് കമ്മിറ്റിയും ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്നും ഒരു പരാതി നൽകും. എന്തായാലും ഈ വിഷയം വളരെ നിർഭാഗ്യകരമാണ്. ഒരു പെൺകുട്ടി പ്രസവിച്ച് 8ാം ദിവസം ജോലിക്ക് എത്തേണ്ട അല്ലെങ്കിൽ അവിടെ ഹാജരാകേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് UIT പത്തനാപുരത്ത് ഒരു വനിതാ പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്നും ഇതേ ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ പരാതി ഉയർന്നിരുന്നു. പക്ഷെ അന്ന് ഈ പരാതിയിന്മേൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും ആ അന്വേഷണം പിന്നീട് രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഏതായാലും ഡെപ്യൂട്ടി രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായതായാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്നത്. ഗുരുതരമായ പരാതിയാണ് വിഷയത്തിൽ. എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമായി പ്രസവിച്ച 8ാം നാൾ ജോലിക്ക് എത്തുക എന്ന് പറയുന്നത് അത്രത്തോളം ഗുരുതരമായ ഒരു വിഷയമാണ്. എന്തായാലും കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഇതിനോടകം തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐശ്വര്യാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ച്. നമ്മൾ പോകുന്നത് പത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ പത്രത്തിന്റെ ഒരു സമഗ്ര ചിത്രവുമായി നമുക്കൊപ്പം ചേരുന്നത് രഞ്ജിത്ത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്.
ഇന്നലത്തെ ഒരു പത്രങ്ങളുടെ ഇന്നലത്തെ നടന്ന കാര്യങ്ങളുടെ ഒരു സമഗ്രത പത്രങ്ങളുടെ ഉള്ളടക്കമായിട്ടുണ്ടാവും അല്ലേ? ഒപ്പം തന്നെ മറ്റ് എക്സ്ക്ലൂസീവ്സ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു ദിനപത്രങ്ങളുടെ ഉള്ളടക്കം തന്നെയാണോ ഇന്ന് നമുക്ക് പ്രേക്ഷകരെ പരിചയപ്പെടുത്താനുള്ളത്? തീർച്ചയായും സജിത്ത്, ഒപ്പം രഞ്ജിനി, ഗുഡ് മോർണിംഗ്. നമുക്ക് പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കങ്ങളിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ വിശദാംശങ്ങൾ അടക്കം പത്രങ്ങളുണ്ട്. ഒപ്പം നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ അവരുടെ മാത്രമായ വാർത്തകൾ കൊണ്ടുകൂടിയാണ് പത്രങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട പത്രങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. പത്രം 18ലേക്ക് സ്വാഗതം. പത്രം 18 ആദ്യം നമ്മൾ പോകുന്നത് മലയാള മനോരമയുടെ മുൻപേജിലേക്കാണ്. അവിടെ ഇന്നലെ ജോഡോ യാത്രയിലെ പരാമർശത്തിന് തെളിവുകൾ തേടി പോലീസ് രാഹുലിന്റെ വീട്ടിലെത്തിയ വാർത്ത ഇന്നലെ നമുക്ക് രാവിലെ മുതൽ 10 മണി മുതൽ തന്നെ വലിയ പ്രാധാന്യത്തോടെ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ കൊടുത്തതാണ്. അതിന്റെ സമഗ്രമായ അതിന്റെ വിശദാംശങ്ങൾ മനോരമയുടെ ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ശ്രീനഗറിൽ രാഹുൽ പറഞ്ഞതടക്കമുള്ള ആ പരാമർശം, പോലീസ് രാഹുലിന്റെ വീട്ടിലെത്താൻ ഇടയായ പരാമർശം അടക്കം ഒരു കോളത്തിൽ കൊടുത്തുകൊണ്ടാണ് രാഹുലിന്റെ വീട്ടിലെ പരിശോധനയുടെ ചിത്രമടക്കം മനോരമ വാർത്തയായി നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണവും മനോരമ വാർത്തയുടെ കണ്ടന്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, RSPയുടെ വളരെ പ്രധാനപ്പെട്ട വിമർശനം UDFനെതിരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൊല്ലത്ത് നിന്നാണ് ഈ വിമർശനം വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ബ്രഹ്മപുരം തീപിടുത്തവും നിയമസഭയിലെ സംഘർഷവും അടക്കം നിരവധിയായ വിഷയങ്ങൾ ഉണ്ടായിട്ടും UDF അടിയന്തര യോഗം ചേരാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് ഇപ്പോൾ RSPയുടെ ഒരു പരാതി. അത് പക്ഷേ പരാതി പറയേണ്ടത് മുന്നണി യോഗത്തിലാണെന്നും പുറത്തു പറയേണ്ട കാര്യമില്ലെന്നും VD സതീശൻ ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നു. അതിപ്പോൾ UDFനുള്ളിൽ ഒരു പൊട്ടിത്തെറിക്ക് അല്ലെങ്കിൽ ഒരു അസ്വാരസ്യത്തിന് കാരണമായിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, പ്രധാനപ്പെട്ട നിയമസഭയിൽ അംഗമില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട UDFലെ ഒരു ഘടകകക്ഷി തന്നെയാണ് RSP. ഒരു MP ഉണ്ട് RSPക്ക്. സ്വാഭാവികമായും ഈ പരാതി UDF കോൺഗ്രസ് അടക്കം പരിഗണിക്കേണ്ടി വരും. മറ്റൊരു വാർത്ത മനോരമയുടേത്, തൊഴിലുറപ്പിലും കൈയിട്ടുവാരാൻ പാർട്ടികൾ ഒറ്റക്കെട്ട് എന്നുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ്. അത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ 9 അംഗങ്ങൾ ജോലി ചെയ്യാതെ വ്യാജരേഖകളിലൂടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണം അടിച്ചുമാറ്റി എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. 4 പാർട്ടികളിലെ 9 പഞ്ചായത്ത് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൈക്കലാക്കിയത് 1.68 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇവിടെ ഈ പൈസ അടിച്ചു മാറ്റുന്നതിൽ പാർട്ടി വ്യത്യാസമില്ല. CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ CPI എന്നോ വ്യത്യാസമില്ലാതെ ഈ 4 പാർട്ടികളുടെ അംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് പൈസ മുക്കി എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത മനോരമയിൽ മാത്രമായി അവർ നൽകിയിട്ടുണ്ട്. നമുക്ക് മാതൃഭൂമിയിലേക്ക് പോയാൽ, മാതൃഭൂമിയിൽ നിയമസഭയിലെ കയ്യാങ്കളി കേസിൽ പോലീസിന്റെ അനുമതി, പോലീസ് നിരവധിയായ കാര്യങ്ങൾക്ക് പോലീസിന് പരിമിതിയുണ്ട്. നമുക്കറിയാം, നിയമസഭയിൽ നടക്കുന്ന വിഷയങ്ങളിലൊക്കെ ഇടപെടാനും CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാനും MLA-മാരുടെ മൊഴിയെടുക്കാനും ഒക്കെ പരിമിതികളുണ്ട്. അപ്പോൾ അതിന് സ്പീക്കറുമായി ബന്ധപ്പെട്ട് അനുമതി നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. മ്യൂസിയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട നിയമസഭാ സെക്രട്ടറി കത്ത് നൽകി. MLA-മാരുടെ മൊഴിയെടുക്കാനും സഭയ്ക്കകത്ത് അന്വേഷണം നടത്താനുമാണ് നിയമപരമായ ഈ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. മാതൃഭൂമിയുടെ കേട്ടതും കേൾക്കേണ്ടതും എന്ന ഒരു പ്രത്യേക പങ്ക്തിയുണ്ട്. അവരുടെ 9ാം പേജിലാണെന്ന് തോന്നുന്നത്. അവിടെ മമ്മൂട്ടി വളരെ മമ്മൂട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിരവധിയായി LR ഈശ്വരി, KC നാരായണൻ, PC വിശ്വനാഥ്, ഡോക്ടർ M ലീലാവതി, VC ശ്രീജൻ എന്നിവരുടെയൊക്കെ മൊഴികൾ അതവർ നൽകിയിട്ടുണ്ട്. കേട്ടതും കേൾക്കേണ്ടതും എന്നതിൽ ഇതിൽ ക്യാമ്പസിലുള്ള കുട്ടികളെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കലാലയങ്ങളിൽ എങ്ങനെയായിരുന്നു എന്നൊന്ന് ഓർമ്മിച്ചെടുക്കണം എന്ന് മമ്മൂട്ടി പറയുന്നു. അവരെ കുറ്റപ്പെടുത്താനാവില്ല. അന്ന് ഒരാൾ സിഗരറ്റ് വാങ്ങിയാൽ 10 പേർ വലിക്കുമായിരുന്നു. ഒരു ചോറ്റുപാത്രത്തിൽ നിന്ന് 3 പേരെങ്കിലും കഴിക്കുമായിരുന്നു. അന്ന് ജാതി, മത, വർഗ വ്യത്യാസമില്ലാത്ത വലിയ ഒരു സ്നേഹക്കൂട്ടായ്മയായിരുന്നു. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഏറെ ദുഃഖമുണ്ടാക്കുന്നു. അതാണ് ഈ ക്യാമ്പസുകൾക്കുള്ളിലെ പലവിധമായ സംഭവങ്ങളുടെയും ആധാരം എന്ന് മമ്മൂട്ടി ഈ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാതൃഭൂമി പ്രത്യേകമായി എടുത്തു കാണിച്ചിരിക്കുന്നു. കേരളകൗമുദി നമുക്കറിയാം, എല്ലാ ദിവസവും കേരളകൗമുദിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 2-3 എക്സ്ക്ലൂസീവ് വാർത്തകൾ, രസകരമായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ വാർത്തകൾ അവരുടെ ഭാഗത്തുണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരു സജീഷ്, തൃശ്ശൂരിൽ BCom കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സജീഷ് അന്ന് പോക്കറ്റ് മണി സ്വരൂപിക്കാൻ ഒരു കറവ പശുവിനെ വാങ്ങി. ഇന്ന് 51 കറവ പശുക്കളും മാസവരുമാനം 2 ലക്ഷം രൂപയുമായി നല്ല രീതിയിൽ പശുവുമായി ബന്ധപ്പെട്ട പാൽ കച്ചവടമൊക്കെ നടത്തുന്ന സജീഷിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്ത ചിത്രമടക്കം നൽകിയിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്. പ്രതിദിനം 500 ലിറ്റർ പാലാണ് ഇപ്പോൾ സജീഷിൻ്റെ പശുക്കൾ നൽകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി കേരളകൗമുദി മുൻപേജിൽ നൽകിയിരിക്കുന്നു.
കൗമുദിയുടെ മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത എന്ന് പറയുന്നത് പക്ഷിയിടി ഭീതിയിൽ തിരുവനന്തപുരം വിമാനത്താവളം രാഷ്ട്രപതി എത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടി പ്രത്യേകമായി അവർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഇത് ഈ രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് 2 ദിവസം വിമാനത്താവളം ചുറ്റും അറവുശാലകൾക്കും ഇറച്ചിക്കടകൾക്കും നഗരസഭ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ പക്ഷികളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. ദിവസവും ലാൻഡിംഗ് നടത്തുന്ന വിമാനങ്ങൾ പലപ്പോഴും പക്ഷികളിൽ നിന്ന് തലനാഴിക്കാണ് രക്ഷപ്പെടുന്നത് എന്നും ഈ വാർത്തയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നടപടിയെടുക്കാൻ നഗരസഭയ്ക്ക് അറിയാം എന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു കേരള കൗമുദി ഈ വാർത്തയിലൂടെ. നമ്മൾ ഇന്നലെ ഈ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനയുടെ വാർത്ത നമ്മൾ വലിയ ചർച്ചയാക്കിയതാണ്, വലുതായി നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു. അത് പക്ഷേ ദേശാഭിമാനി അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. BJPക്ക് വോട്ട് നൽകാം എന്ന് ദേശാഭിമാനി പറയുന്നില്ല, പക്ഷേ LDF സർക്കാർ അനുഭാവപൂർവ്വം ചെയ്ത് നന്ദിയോടെ ഓർക്കുന്നു എന്ന് പറഞ്ഞാണ് ദേശാഭിമാനി അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരിക്കുന്നത്. റബ്ബർ വില 300 രൂപയാക്കിയാൽ BJPയെ സഹായിക്കാമെന്നല്ല പറഞ്ഞത്, റബ്ബർ കർഷകരെ സഹായിക്കുന്ന പാർട്ടികൾ ഏതായാലും അവരെ സഹായിക്കാമെന്നാണ് പറഞ്ഞത് എന്ന് ഒന്ന് മയപ്പെടുത്തിയാണ് ദേശാഭിമാനി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ദേശാഭിമാനിയുടെ മറ്റൊരു എക്സ്ക്ലൂസീവ് വാർത്ത വാഹന അപകട മരണം കുറയുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിന് അനുകൂലമായ ഒരു വാർത്തയാണ്. 2022-ലെയും 2019-ലെയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവുണ്ടായിരിക്കുന്നു. പരിക്കേറ്റവരുടെ കാര്യത്തിലൊക്കെ വലിയ കുറവുണ്ടായിരിക്കുന്നു. 2022-ൽ ഒക്കെ എന്നാണ് ഇപ്പോൾ ദേശാഭിമാനി അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 2019-ൽ 4440 മരണം സംഭവിച്ചപ്പോൾ 2022-ൽ 4303 എന്ന നേരിയ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ ഒരു കാതൽ. പക്ഷേ പരിക്കേറ്റവരുടെ എണ്ണത്തിൽ 40,000-ൽ നിന്ന് 49,000-ലേക്ക് മാറിയിരിക്കുന്നു എന്ന് ആ കണക്കിൽ തന്നെ പ്രത്യേകമായി ഉണ്ട്. വീക്ഷണത്തിൽ കെ സുധാകരൻ MP-യുടെ ഈ ജനകീയ പ്രതിരോധ യാത്രയ്ക്കെതിരെയുള്ള ഒരു ലേഖനമാണ് പ്രധാനമായും എടുത്തു കാട്ടിയിരിക്കുന്നത്. ഗതികെട്ടൊരു പ്രതിരോധ യാത്ര എന്നാണ് ഇതിലൂടെ സുധാകരൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആരെ പ്രതിരോധിക്കാനായിരുന്നു ഈ യാത്ര എന്ന് അറിയില്ല. യാത്ര അവസാനിക്കുന്നത് CPM എന്ന പാർട്ടിയെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണെന്ന സംശയമില്ല സുധാകരൻ പറയുന്നു. മാധ്യമത്തിൽ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പാഠപുസ്തകങ്ങൾ കിട്ടാനില്ല, വകുപ്പ് തല പരീക്ഷയിൽ ഉത്തരം മുട്ടി സർക്കാർ ജീവനക്കാർ എന്നുള്ളതാണ്. ഈ പേപ്പറില്ല എന്ന കാരണത്താൽ 9ഓളം പുസ്തകങ്ങൾ അച്ചടിക്കുന്നില്ല എന്ന് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാതലായി പറയുന്നു. വകുപ്പ് തല പരീക്ഷകൾക്ക് സർക്കാർ ജീവനക്കാരുടെ പ്രൊബേഷൻ തയ്യാറാക്കൽ, സ്ഥാനക്കയറ്റം എന്നിവയ്ക്കായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷയ്ക്ക് മതിയായ പുസ്തകങ്ങൾ നൽകാത്തതിനാൽ വലിയ പ്രതിസന്ധി ജീവനക്കാർക്കുണ്ടാകുന്നു എന്ന വാർത്തയാണ്. ഇത് ഹിന്ദുവിലേക്ക് പോയാൽ നമുക്കറിയാം ആഗോള എണ്ണവില കാര്യമായി കുറയുന്ന സാഹചര്യമാണ് ദിവസങ്ങളായി. പക്ഷേ ഈ എണ്ണവിലയുടെ കുറയുന്നതിൻ്റെ ഒരു ഗുണം അത് സാധാരണക്കാർക്ക് ലഭിക്കണം, ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെങ്കിൽ കാത്തിരിക്കേണ്ടി വരും എന്നാണ് പ്രധാനപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ സംസ് എ ബൂസ്റ്റ് ഫോർ ഓയിൽ കമ്പനീസ്, കൺസ്യൂമേഴ്സ് വിൽ ഹാവ് ടു വെയിറ്റ് ഫോർ റിലീഫ് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ ഏതാണ്ട് 11 രൂപയോളം പെട്രോൾ കച്ചവടത്തിലും ഡീസൽ 8.7 രൂപയോളം ഡീസലിൻ്റെ കാര്യത്തിലും എണ്ണ കമ്പനികൾക്ക് ലാഭം കിട്ടുന്നുണ്ട് ഇപ്പോൾ. അത് പക്ഷേ കഴിഞ്ഞ ഈ യുക്രൈൻ-റഷ്യ യുദ്ധത്തിൽ എണ്ണവില ഉയർന്നു നിന്നതിൻ്റെ ഒരു നഷ്ടം പരിഹരിക്കാനായി എണ്ണ കമ്പനികൾ ഈ ഒരു വില കുറവിനെ അതെങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ കാതൽ. ദ ഹിന്ദു അത് പ്രധാനമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് പത്രത്തിലെ പ്രധാന വാർത്തകൾ. ഏതാണ്ട് പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ബാക്ക് ടു രഞ്ജിനി ആൻഡ് സയ്യിദ്. തീർച്ചയായും രഞ്ജിത്ത് രാമേന്ദ്രനാണ് പത്രവിശേഷം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ വെള്ളായിൽ നിന്ന് പ്രഭാത കേരളം തുടരുകയാണല്ലേ? അതെ, തീർച്ചയായും. എന്തായാലും വെള്ളായണി കാഴ്ചകൾക്കൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അരിക്കൊമ്പനെ പിടിക്കാനുള്ള ദൗത്യ സംഘത്തിൻ്റെ നീക്കം. ചിന്നക്കനാലിലാണ് അരിക്കൊമ്പൻ ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞിരുന്നത്. എന്തായാലും നാട് വിറപ്പിക്കുന്ന ആ കൊമ്പനെ ഇനി പിടികൂടാൻ തന്നെ വനംവകുപ്പ് തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായുള്ള വലിയ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. 30 അംഗ ദൗത്യ സംഘം ഇതിനായി സജ്ജമായി കഴിഞ്ഞു. നിലവിൽ 2 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നും എത്തിച്ചിരിക്കുന്നു. മറ്റ് 2 കുങ്കിയാനകളെ കൂടി അവിടെ എത്തിക്കും. രഞ്ജിനി, ഇതുവരെ ഈ ആനകളെ പിടിച്ചതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ ഒരു ദൗത്യമാണ് ഇതെന്ന് പറയാം. കാരണം അരിക്കൊമ്പൻ്റെ പ്രത്യേകത അത് റേഷൻ കട ആക്രമിച്ച് അരിയും പഞ്ചസാരയുമാണ് അരിക്കൊമ്പൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ഫേക്കായ ഒരു റേഷൻ കട തന്നെ സൃഷ്ടിച്ച് അരി അവിടെ ഇട്ട് ആനയെ ആകർഷിച്ച് മയക്കുവെടി വെക്കുക എന്ന വലിയ ദൗത്യമാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വാർത്ത അതിലേക്ക് തന്നെ കേന്ദ്രീകരിക്കും. ശനിയാഴ്ച അരിക്കൊമ്പനെ പിടിക്കാനാണ് ദൗത്യസംഘത്തിൻ്റെ പദ്ധതി. അതിനു മുമ്പ് അരുൺ സഖറി അടക്കമുള്ള ഈ ദൗത്യസംഘത്തിലുള്ള പ്രധാനികൾ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. ചിന്നക്കനാൽ സിമന്റ് പാലത്തിന് സമീപം റേഷൻ കടയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കി ആനയെ ആകർഷിച്ച് പിടികൂടാനാണ് പദ്ധതി.
മുമ്പ് അരിക്കൊമ്പൻ തകർത്ത ഒരു വീട്ടിലാണ് താൽക്കാലിക റേഷൻ കട ഒരുക്കുന്നത്. ഈ വീടിനോട് ചേർന്നുള്ള കുറ്റിക്കാടുകൾ വെട്ടിനീക്കി വരും ദിവസങ്ങളിൽ അടുപ്പ് കൂട്ടി അരി പാകം ചെയ്ത് ആനയെ ആകർഷിക്കും. അരിക്കൊമ്പൻ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആനയെ ഇവിടെ എത്തിച്ചിട്ട് നമ്മൾ പിടിക്കാനുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പരിസരം വൃത്തിയാക്കി ഇവിടെ അരി വെച്ചിട്ട് ജനങ്ങൾ ഇവിടെ താമസിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യർ ഇവിടെ താമസിക്കുന്നു ഉള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പിന്നെ ആനയെ ഈ ഒരു ഏരിയയിലാണ് ആന കൂടുതലായും കണ്ടുവരുന്നത്. ഇവിടെ അരി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആനയെത്തിയാൽ മയക്കുവെടി വെച്ച് കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടും. വയനാട്ടിൽ നിന്ന് വിക്രം എന്ന കുങ്കിയാനയുമായി വനംവകുപ്പിന്റെ ആദ്യ സംഘം പുറപ്പെട്ടു. സൂര്യൻ, സുരേന്ദ്രൻ, കുഞ്ചു എന്നീ കുങ്കിയാനകളും ദൗത്യത്തിൽ പങ്കെടുക്കും. ദൗത്യസംഘം എത്തിയ ശേഷം യോഗം ചേർന്ന് നടപടികൾ ഏകോപിപ്പിക്കും. 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക സംഘം 8 ടീമുകളായി തിരിഞ്ഞാകും പദ്ധതി നടപ്പിലാക്കുക. വനം വകുപ്പിനൊപ്പം വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപിപ്പിക്കും. ആനയെ പിടിക്കുന്ന ദിവസം പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. ന്യൂസ് 18 ഇടുക്കി. എന്തായാലും കുങ്കിയാനകളടക്കം അവിടെ എത്തിച്ച് RRT സംഘമടക്കം അവിടെ എത്തി അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമമാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നടക്കം പുരോഗമിക്കുന്നത്. നിലവിൽ വിക്രം എന്ന കുങ്കിയാനെ അവിടെ ചിന്നക്കനാലിൽ എത്തിച്ചു എന്ന വാർത്തയിൽ സൂചിപ്പിച്ച വയനാട്ടിൽ നിന്ന് പുറപ്പെട്ട കുങ്കിയാന ഇപ്പോൾ ചിന്നക്കനാലിൽ എത്തിയിരിക്കുന്നു. എന്തായാലും ഒരുക്കങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഇനിയുള്ള നീക്കങ്ങൾ അത് കൗതുകവുമാണ്, അതിനുമപ്പുറം സങ്കീർണവുമാണ്. എന്തായാലും പ്രിൻസ് ജെയിംസ് അവിടുന്ന് നമുക്കൊപ്പം ചേരുന്നു. പ്രിൻസ്, കേരളം നിരവധി ആനകളെ ഇത്തരത്തിൽ നാട്ടിലിറങ്ങി ശല്യമുണ്ടാക്കുന്ന ആനകളെ മയക്കുവെടി വെച്ച് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഈ ചിന്നക്കനാലിലെ ദൗത്യത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ? ഇന്ന് നടക്കുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് പ്രിൻസ്? തീർച്ചയായും വളരെ വ്യത്യസ്തമായ സാഹചര്യമാണ് ചിന്നക്കനാൽ ചന്ദൻപാറ മേഖലകളിൽ ഈ കാശം വിതയ്ക്കുന്ന അരിക്കൊമ്പനെ പിടികൂടുന്നത് എന്നത്. കാരണം ഇവിടുത്തെ പ്രത്യേകമായ ഒരു ഭൂപ്രകൃതി ഈ സാധാരണ രീതിയിൽ ആനയെ പിടികൂടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവില്ല. കാരണം തൊട്ടടുത്തായി ആര്യങ്ങൾ ജലാശയമുണ്ട്, ഒപ്പം വനമേഖലയാണ്, ഒപ്പം ഏറെ തോട്ടങ്ങൾ നിറഞ്ഞൊരു പ്രദേശമാണ്. അതുകൊണ്ട് തുറസായ ഒരു മേഖലയിൽ കിട്ടിയാൽ മാത്രമേ ആനയെ വെടിവെച്ച് മയക്കുവെടി വെച്ച് പിടികൂടുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ സിമന്റ് പാലം 301 കോളനി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ആന സാധാരണഗതിയിൽ എത്താനുള്ള പ്രദേശങ്ങളാണ് ഈ സിമന്റ് പാലം, ഒപ്പം 301 കോളനി തുടങ്ങിയ മേഖലകളൊക്കെ. ഈ പ്രദേശത്തെ ഈ വീടുകളും റേഷൻ കടകളും ഒക്കെയാണ് പതിവായി അരിക്കൊമ്പൻ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം 13ഓളം വീടുകൾ അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. ഈ പന്നിയാറിലെ എസ്റ്റേറ്റിലെ റേഷൻ കടയെ ആക്രമിച്ച് തകർത്തതിന് പിന്നാലെ പൂർണ്ണമായും തകർത്തതിന് പിന്നാലെ വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അധികമായിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ആനയെ പിടികൂടാനുള്ള നടപടികളാണ് വനംവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ സിമന്റ് പാലത്ത് ഒരു വീട്, അതിനുവേണ്ടിയുള്ള ഒരു താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കി ഇവിടേക്ക് ആനയെ ആകർഷിക്കുക, ഇവിടെ ജനവാസമുണ്ട്, ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളൊരു പറ്റി തീർക്കുകയും ഒപ്പം അത്തരത്തിൽ ആനയെ ഈ മേഖലയിലേക്ക് എത്തിക്കാനുള്ള ഒരു ആകർഷിക്കാനുള്ളൊരു നടപടിയാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. കാരണം ഈ മേഖലയിലായി ഏതാനും ദിവസങ്ങളായി അരിക്കൊമ്പനുണ്ട്. അത്തരത്തിൽ ഇവിടേക്ക് ആകർഷിച്ച് പിടികൂടാനാവുമെന്നാണ് പ്രതീക്ഷ. അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കുങ്കിയാനകളെല്ലാം കുങ്കിയാനകൾ ഉടനെ എത്തും. അതിനോടൊപ്പം തന്നെ വനംവകുപ്പ് പ്രത്യേക സംഘങ്ങൾ 8 സംഘങ്ങളായി തിരിഞ്ഞ് 30 അംഗ ടീം 8 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഇവയെ പിടികൂടുക. എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ നടപടികൾ പൂർത്തീകരിക്കാനാവുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. സജിത്ത്, രഞ്ജിനി. തീർച്ചയായും പ്രിൻസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അരിക്കൊമ്പനെ പിടിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു ഡമ്മി റേഷൻ കട നിർമ്മിച്ച് അരി വെച്ച് അരിക്കൊമ്പനെ ആകർഷിച്ച് മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ RRT സംഘമുള്ളത്. എന്തായാലും അരുൺ സക്കയുടെ നേതൃത്വത്തിലടക്കം നാളെ ഉന്നതതല യോഗം ചേർന്നുണ്ട്. അതിൽ കൃത്യമായൊരു ധാരണയുണ്ടാവും. വരും ദിവസങ്ങളിൽ അരിക്കൊമ്പനെ പിടിക്കാനുള്ള നീക്കത്തിലേക്കും കടക്കും. ഇടുക്കിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇടുക്കിയുടെ ഈ ആനശല്യം മാത്രമല്ല, മലയോര മേഖലയിൽ കടുവാശല്യമുണ്ട്, പുലിശല്യമുണ്ട്. അങ്ങനെ ഈ ഇടുക്കിയുടെ മലയോര മേഖല വളരെ ദുരിതത്തിലാണ്. ഇത്തരത്തിൽ ആശങ്കയിലാണ് അവിടെയുള്ള ജനങ്ങൾ കഴിയുന്നത്. ആ ജനങ്ങളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ഇടുക്കിയിലെ മലയോര ഗ്രാമങ്ങളായ വാത്തിക്കുടി, പടമുഖം, മാലിക്കുത്ത്, സേനാപതി തുടങ്ങിയ പ്രദേശങ്ങളും ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞുമല, അടയാളക്കല്ല് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളും ആഴ്ചകളായി ആശങ്കയിലാണ്. 10 ദിവസമായി പുലിയും കടുവയും ജനവാസ മേഖലയിൽ എത്തുന്നുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി.
പലയിടങ്ങളിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുകയും നാട്ടുകാരിൽ പലരും നേരിട്ട പുലിയെ കാണുകയും ചെയ്തു. പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. രാത്രി കാലങ്ങളിലും പകല് പോലും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യും? ഇത് കാൽപ്പാടുകൾ ഇവിടെ നിത്യവും കാണുന്നുണ്ട്. രാത്രി പട്ടി കരയും പൂച്ചയുടെ ശല്യവും ഭയങ്കരമായിട്ടും പട്ടി കരച്ച് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങാത്തത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ ചില ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി വരുന്നുണ്ട്. പുലി തന്നെയാണ് പ്രദേശത്തെത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പതിവ് നടപടിയെന്ന നിലയിൽ ചിലയിടങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചെങ്കിലും ഒരു സൂചനയും ലഭിച്ചില്ല. ഇരട്ടയാർ പഞ്ചായത്തിലെ ഇടിഞ്ഞുമലയിലും അടയാളക്കല്ലിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തി. തോപ്രാംകുടി, മുരിക്കാശ്ശേരി, സേനാപതി എന്നിവിടങ്ങളിലും വന്യമൃഗങ്ങളുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് ഓഫീസ് പടിക്കലിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ഈ 10 ദിവസങ്ങളായിട്ട് പുലി ഇറങ്ങി ആടിനെയും പട്ടിയെയും മറ്റു മൃഗങ്ങളെയെല്ലാം കൊല്ലുകയും ഒരു സ്ഥലത്ത് ഒരു ദിവസം കണ്ടാൽ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്ത് കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്നാൽ ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ഉചിതമായ യാതൊരു നടപടികളും നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല. അതിജീവനത്തിന് വേണ്ടി ജനങ്ങൾ പാടുപെടുമ്പോൾ വനം വകുപ്പും സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങൾ വലയുകയാണ്. സ്ഥിതി അതീവ ഗുരുതരമായിട്ടും വന്യമൃഗങ്ങളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ നടപടികളൊന്നും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് നാട്ടുകാർക്കിടയിൽ കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. എന്തായാലും ഇടുക്കിയുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാവട്ടെ. അവിടെ അരിക്കൊമ്പനായാലും മറ്റ് വന്യമൃഗങ്ങളായാലും അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകുന്നു എന്നതാണ് അവസ്ഥ. അതിന് പരിഹാരമുണ്ടാവട്ടെ എന്ന് നമുക്ക് കരുതാം. അപ്പം നമ്മൾ ഇവിടെ വെള്ളായനി കാഴ്ചകൾക്കൊപ്പമാണ് പ്രഭാത കേരളം. എന്തായാലും ആമ്പലുണ്ട്, ഒരു സൈഡിൽ ഒരു ചെറുതായിട്ട് ആമ്പൽ ഇങ്ങനെ നിൽക്കും. നമുക്കവിടെ അതൊക്കെ പറിക്കാനായിട്ട് ചെറു വള്ളങ്ങളിലൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. അപ്പം നിരവധി മത്സ്യങ്ങളുള്ള ഒരു കായൽ കൂടിയാണ്. 42 ഇനം അപൂർവ മത്സ്യങ്ങളൊക്കെ ഈ കായലിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അങ്ങനെ മത്സ്യബന്ധനത്തിനായി ചെറു വള്ളങ്ങളിലൊക്കെ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ആ കാഴ്ചകളും നമുക്ക് കാണാം. അത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് എത്തുന്നുണ്ട് എന്ന ഒരു ആശങ്കയുണ്ട്. കാരണം അത്രത്തോളം ദൂരത്തിലാണ് ആളുകൾ അവിടെ പോയി മത്സ്യം പിടിച്ച് തിരിച്ചു വരുന്നത്. ഈ എല്ലാ ജലാശയങ്ങളുടെയും പ്രത്യേകത, അത് കടലായാലും തടാകമായാലും മറ്റ് കായലായാലും എന്തായാലും ഈ ജലാശയങ്ങൾ ഒരു വിഭാഗം ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ടാവും. സ്വാഭാവികമായി നമ്മൾ പല ഇടങ്ങളിലും കാണുന്നതാണ് കായലിൽ മത്സ്യബന്ധനം അല്ലെങ്കിൽ മറ്റു സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നത്. ഇവിടെയും വെള്ളായനിയിലും അത്ര ആൾക്കാരുണ്ട്. ഞങ്ങൾ രാവിലെ വരുമ്പോഴൊക്കെ അത്തരം ആൾക്കാർക്ക് ഇവിടെ സജീവമാണ്. കാരണം ചിലർ തലേന്ന് ഇട്ടിട്ട് പോയ മത്സ്യബന്ധനത്തിന് വേണ്ടി വലയിട്ടിട്ട് പോയി അത് വല പരിശോധിച്ച് മീൻ കുടുങ്ങിയിട്ടുണ്ടോ, മീൻ ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ താമരമുട്ടുകൾ ശേഖരിക്കാൻ ചെറു വള്ളങ്ങളിൽ യാത്ര തിരിക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനായി വീണ്ടും പോകുന്നവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായി ഈ വെള്ളായനി കായലിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന പ്രദേശവാസികൾ നിരവധിയാണ്. അത് കേരളത്തിൻ്റെ ഒരു പൊതുകാഴ്ചയാണ് ഇത്തരം ഇടങ്ങളിൽ. തീർച്ചയായിട്ടും അത് ഇവിടെയും ഉണ്ട് എന്ന പ്രത്യേകതയുണ്ട്. എന്തായാലും വെള്ളായനി കൂടുതൽ അതിൻ്റെ കാലാവസ്ഥയ്ക്കൊന്ന് മാറിയിട്ടുണ്ട്. എന്തായാലും പതിവ് പോലെ രഞ്ജിനി, എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ അത്ര വെയിലങ്ങ് രൂക്ഷമാകുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? മൂടിയ കാലാവസ്ഥയാണ്. എന്തായാലും വെള്ളായനി യാത്രത്തിൽ സജീവമാവുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാന ജലസംഭരണി, ജലസ്രോതസ് എന്നതിനപ്പുറം കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന രീതിയിലും വെള്ളായനി പ്രസിദ്ധമാണ്. വെള്ളായനി ഈ കായലോരത്ത് തന്നെയാണ് കേരളത്തിലെ പ്രസിദ്ധമായ കാർഷിക കോളേജ്, വെള്ളായനി കാർഷിക കോളേജും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ കായലിന്റെ ഒരു വശത്ത് കാണുന്നത് കാർഷിക കോളേജിന്റെ ആ ഒരു സ്ഥലമാണ്. നമ്മൾ വരുന്ന വഴിയിലാണ് കാർഷിക കോളേജ്. ഇപ്പോൾ കായലത്തിന്റെ ഒരു ഭാഗത്ത് കാണുന്നത് കാർഷിക കോളേജുമായി ബന്ധപ്പെട്ട അവരുടെ സ്ഥലങ്ങളാണ് ഇങ്ങനെ കിടക്കുന്നത്. എനിക്ക് രഞ്ജിനി ഒരു കാര്യം കൂടി ഉള്ളത്, എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാർഷിക ഭൂമി ഈ വെള്ളായനി കായലിനോട് ചുറ്റപ്പെട്ടാണ്. കാരണം വെള്ളായനിയിലെ വലിയ ഈ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന പച്ചക്കറി ഇനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന വലിയ ഇടമുണ്ട്. വെള്ളായനി മേഖലയിൽ നിന്നുള്ള ചീരയൊക്കെ വളരെ പ്രസിദ്ധമാണ്. കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ചീര ഇനങ്ങളൊക്കെ വിളയിക്കുന്ന ഒരു ഇടം കൂടിയാണ്. അങ്ങനെ വെള്ളായനി എന്ന കാർഷിക ഗ്രാമവും ഈ കായൽ കാഴ്ചകളുമൊക്കെയാണ് ഇന്നത്തെ പ്രഭാത കേരളത്തെ സമ്പന്നമാക്കുന്നത്. ഒപ്പം തന്നെ ചൂടേറിയ മറ്റു വാർത്തകളുമുണ്ട്. നമുക്ക് എല്ലാത്തിലേക്കും മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട് നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട്. റമദാൻ കാലത്ത് കടകൾ നിർബന്ധമായും അടച്ചിടണമെന്ന് ഒരു സംഘം ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവിടുത്തെ ഒരു കച്ചവടക്കാർ ഉന്നയിക്കുന്ന പരാതി. കോഴിക്കോട് ബീച്ചിലെ
മുഖദാർ ബീച്ചിലെ കച്ചവടക്കാരാണ് ഇത്തരമൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. റമദാൻ കാലത്ത് കടകൾ തുറക്കുകയാണെങ്കിൽ അടിച്ചു പൊളിക്കുമെന്നാണ് ഈ ആളുകൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും കച്ചവടക്കാരുടെ ആ ആശങ്കയിലേക്കും റിപ്പോർട്ടുകളിലേക്കും നമുക്കൊന്ന് പോകാം. മുഖദാർ ബീച്ചിൽ ചായയും പലഹാരങ്ങളും ഉപ്പിലിട്ടതുമൊക്കെ വിൽപ്പന നടത്തുന്ന ഒരുപാട് കടകളുണ്ട്. തീരദേശ പാതയോരങ്ങളിലെ കെട്ടിമറച്ച ഇത്തരം കടകൾ നടത്തുന്നത് പ്രദേശത്തുകാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം കുറച്ചാളുകൾ കടകളിലെത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. കച്ചവടം ചെയ്യണമെന്നുള്ള അഭിപ്രായം നമ്മൾ ജീവിതമാർഗ്ഗമാണ്. അവരനുവദിക്കില്ല എന്നാണ് പറയണേ. അവരിത് അടിച്ചു പൊളിക്കുന്ന പറയണേ. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കും? നമുക്ക് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഡിസ്ക് പ്രോബ്ലം. വൈകുന്നേരം നോമ്പ് തുറന്നാലും കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം. കടകൾ തുറന്നാൽ ബീച്ചിൽ വൈകുന്നേരം പതിവ് പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടമായെത്തും. റമദാൻ മാസത്തിൽ അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് മഹലിന്റെ പേര് പറഞ്ഞെത്തിയവർ അറിയിച്ചതെന്നും ആരോപണമുണ്ട്. ചില ഇവിടുത്തെ താമസക്കാർക്ക് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയാൻ വെച്ചാൽ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ സുഹൃത്തുക്കളാണ്. അത് കണ്ട് സഹിക്കാൻ കഴിയാത്ത സൈസ് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നടക്കണേൽ അപ്പോൾ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സുഹൃത്തുക്കളായിട്ട് ആ ഭാഗത്ത് വന്ന് ഇരുന്നിട്ട് ചില പോലും വെള്ളം കുടിക്കാൻ പൂടിയിലേക്ക് വന്നാൽ ഈ പൂടി ഉണ്ടായിട്ടാണ് അവരവിടെ ഇരിക്കുന്നതും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും എന്നുള്ള നിലപാടാണ് ഇവിടുത്തെ ചില ആളുകൾക്ക്. മഹലിൽ നിന്ന് ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് മുഖദാറിലെ കടക്കാർ പറയുന്നു. കടക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ മതമൗലികവാദികളാണെന്നാണ് ആരോപണം. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പേരിലാണ് മതവും സദാചാരവും ഒക്കെ കൊണ്ടുവന്ന് ചിലർ പാവങ്ങളുടെ നെഞ്ചത്തടിക്കുന്നത്. ഇത്തരം ഫത്വകൾക്കെതിരെ മതപണ്ഡിതന്മാർ തന്നെ മുന്നിട്ടിറങ്ങി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വിനേഷ് കുമാർ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വിനേഷ് കുമാർ തന്നെ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ്, ഈ വിഷയത്തിൽ ഈ ഭീഷണി ഉയർത്തി എന്ന് ആരോപണം പറയപ്പെടുന്നവരുടെ വിശദീകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ അവർക്ക് വിശദീകരിക്കാനുള്ളത്? സജിത്ത്, നമ്മൾ ഈ മഹൽ കമ്മിറ്റിയുമായി അന്വേഷിച്ചിരുന്നു. ആരാണ് മഹൽ കമ്മിറ്റി നേരിട്ടാണോ ഇങ്ങനെ മുഖദാറിലെ കച്ചവടക്കാർക്ക് ഇങ്ങനെയൊരു വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ള കാര്യം അന്വേഷിച്ചിരുന്നു. പക്ഷേ ഈ മഹൽ കമ്മിറ്റി നേരിട്ടൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ഈ മഹലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആളുകളാണ്, അതായത് നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ കടക്കാർ പറയുന്നത് ആ പ്രദേശങ്ങളിൽ തന്നെയുള്ള ആളുകളും മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ വന്ന് താമസിക്കുന്നതുമായ ഒരു പറ്റം ആളുകളാണ്. ഇവർ ഭയങ്കര വിശ്വാസികളും മറ്റുമാണ്, പള്ളിയിലും മറ്റും പോകുന്നതാണ്, ഈ മഹലിൻ്റെ കീഴിലുള്ളവരാണ്. പക്ഷേ ഇവർ ഔദ്യോഗികമായോ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പേരിലൊന്നും ഇവർ പറയുന്നത് 2-3 മഹലുകൾ ചേർന്നതാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ ആളുകൾ ഈ കടകൾ തുറന്നിരുന്നു. അതായത് കടകൾ പകലല്ല തുറക്കുന്നത്, വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്താണ് കടകൾ തുറക്കുകയും ആളുകൾക്ക് അവിടുന്ന് വെള്ളവും ഭക്ഷണവും ലഭിക്കുന്ന രീതിയിലേക്കുള്ള ആണ് അവിടെ ചായക്കടകൾ പ്രവർത്തിക്കുന്നത്. എന്തായാലും വൈകുന്നേരങ്ങൾ നമുക്കറിയാം ഹോട്ടലുകളെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നടത്തുന്ന ഹോട്ടലുകളും മറ്റും എല്ലാം വൈകുന്നേരങ്ങളിൽ തുറക്കാറുണ്ട്. ഈ ഒരു മാതൃക തന്നെയാണ് മുഖദാറിലുള്ള കച്ചവടക്കാരും നടത്തി വരുന്നത്. പക്ഷേ ഇത് അനുവദിക്കാൻ കഴിയില്ല. അവർ പറയുന്നത് പ്രധാനമായും ഒരു സദാചാരവാദമാണ്. അതായത് വൈകുന്നേരങ്ങളിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ബീച്ചിൽ എത്തുന്നു, അത് ശരിയല്ല, അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കടകൾ തുറക്കുന്നതുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്, അതുകൊണ്ട് കടകൾ അടയ്ക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പ്രദേശത്തുള്ള ആളുകൾ തന്നെയാണ്, അവരൊരു പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ മേൽവിലാസത്തിലോ മറ്റോ ഒന്നും തന്നെ വന്ന ആളുകളോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമൊന്നുമല്ല. ആ പ്രദേശത്തുള്ള കുറേ ആളുകളാണ്. ഇവർ പള്ളിയിൽ വിശ്വാസികളാണ്, കടുത്ത വിശ്വാസികളാണ്. അവരാണ് ഇത്തരത്തിലൊരു മതമൗലികവാദം ഉയർത്തുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ രണ്ടാളുടെ പ്രതികരണം മാത്രമാണ് നമ്മളിപ്പോൾ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ രണ്ടുപേരൊന്നുമല്ല, നിരവധി ആളുകൾ ഇതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ചെറിയ അസുഖങ്ങളുള്ളവരും മറ്റു പ്രശ്നങ്ങളും ഒക്കെയുള്ള ആളുകളാണ്. ചെറിയ കടകളും മറ്റും വെച്ച് കെട്ടിയാണ് ഇവിടെ കച്ചവടം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുന്ന് ഇത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇത് നോമ്പുകാലത്ത് പൂർണ്ണമായി അടച്ചിട്ട് കഴിഞ്ഞാൽ വലിയ പട്ടിണിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കടക്കാർ പറയുന്നത്. പക്ഷേ ഇവരതൊന്നും അല്ല. ഇതിൻ്റെ മുമ്പത്തെ തവണ, അതായത് കഴിഞ്ഞ വർഷം പതിവ് പോലെ തന്നെ നോമ്പുകാലത്തും കടകൾ പ്രവർത്തിച്ചെങ്കിലും അതിൻ്റെ മുൻ വർഷത്തിൽ ഇതുപോലെ തന്നെ നിർബന്ധമായി കടകൾ അടപ്പിച്ചിരുന്നു ഒരു പറ്റം ആളുകൾ എത്തി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും മഹല്ല് കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾക്കോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളൊന്നും നേരിട്ട് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല, തങ്ങളാണിത് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ. എന്തായാലും പ്രദേശത്തുള്ള ചില ആളുകളും പ്രദേശത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന ആളുകളുമാണ്, അവരാണ് ഈ ഒരു മതമൗലികമായ ആശയം കൊണ്ടുവന്ന് ഈ കടകളും അതോടൊപ്പം തന്നെ ഈ സദാചാരവാദം ഉയർത്തിക്കൊണ്ട് ഈ കടകൾ അടയ്ക്കാൻ നിർബന്ധിക്കുന്നു എന്നാണ് ഈ കട നടത്തുന്ന ആളുകൾ പറയുന്നത്. സജിത്ത്.
യെസ്, അതാണ് കോഴിക്കോട് നിന്നുള്ള വാർത്ത. നമുക്ക് സംസ്ഥാനത്ത് ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത UDF രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്. വീണ്ടും തർക്കം ഉടലെടുക്കുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഉന്നയിച്ച് RSP രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടല്ലേ? എന്തായാലും കോൺഗ്രസിനകത്ത് തന്നെ ഈ കൂടിയാലോചനകളില്ല എന്ന പരാതിയുണ്ട്. സമാനമായി UDFിനകത്തും പല ഘടകകക്ഷികൾക്കും അത്തരം പരാതി ഉന്നയിക്കുന്നു എന്നതാണ് സാഹചര്യം. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ഈ വിഷയം തള്ളിയെങ്കിൽ കൂടിയും മുന്നണി യോഗത്തിലടക്കം കൂടുതൽ ഘടകകക്ഷികൾ സമാനമായ പരാതികളുമായി രംഗത്ത് വരുമെന്നാണ് സൂചന. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി മുതിർന്ന നേതാക്കൾ തുടക്കമിട്ട വിമർശനമാണ് ഘടകകക്ഷി നേതാക്കളും ഇപ്പോൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. UDF ചേരുന്നത് പേരിന് മാത്രമായി മാറിയെന്നും ബ്രഹ്മപുരം അടക്കമുള്ള വിഷയങ്ങളിൽ കൂടിയാലോചനകൾ നടക്കാതെയാണ് പ്രതിഷേധങ്ങൾ അരങ്ങേറിയതെന്നും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തുറന്നടിച്ചത് ഘടകകക്ഷികൾക്കിടയിലുള്ള അതൃപ്തി പരസ്യമാക്കുന്നതായി. UDF എന്ന സംവിധാനം കുറെ കൂടെ ഗൗരവത്തിൽ തന്നെ കൂടേണ്ടതുണ്ട്. ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ മാസങ്ങളുടെ ഇടവേളയിൽ ഒരിക്കൽ കൂടുന്ന നിലയിലേക്ക് UDF മാറിയത് ദൗർഭാഗ്യകരമാണ് എന്ന് തന്നെയാണ് RSPയുടെ അഭിപ്രായം. UDF ഇത്രയും സങ്കീർണമായ വിഷയങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ കൂടെ ജാഗ്രതയോടുകൂടി UDF കൂടി കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉന്നം വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷ് നടത്തിയ വിവാദ വെളിപ്പെടുത്തലുകളിൽ സർക്കാരിനെതിരായ കടന്നാക്രമണം സഭയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിയെന്നും സഭയ്ക്ക് പുറത്ത് സർക്കാരിനെ തുറന്നു കാട്ടാനുള്ള മികച്ച അവസരം ഫലപ്രദമായി ഉപയോഗിക്കാനായില്ലെന്നും NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രതികരിച്ചു. ബ്രഹ്മപുരം വിഷയമുണ്ടായി, നിയമസഭയിൽ നിയമസഭാംഗങ്ങളെ തല്ലിച്ചതയ്ക്കുന്ന വിഷയമുണ്ടായി, സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തലുണ്ടായി. ഇത്തരത്തിലുള്ള സംഭവവാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ UDF എന്ന നിലയിൽ അടിയന്തരമായി വിളിച്ചു ചേർത്തൊരു ആലോചന നടത്തി ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അത് ഞങ്ങളുടെ പരാതിയാണ്, ഞങ്ങളുടെ ആക്ഷേപമാണ്. അത് കൂടുതൽ കൂടിയാലോചനകളിലൂടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. വിമർശനം ഉന്നയിക്കേണ്ടത് മാധ്യമങ്ങൾക്ക് മുമ്പിലല്ലെന്നും UDF നേതൃയോഗത്തിലാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ UDF ഘടകകക്ഷികൾക്കിടയിൽ നിലനിൽക്കുന്ന അതൃപ്തി വീണ്ടും മറനീക്കി പുറത്തു വരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. എന്തായാലും UDFിൽ തർക്കം മുറുകുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ബ്രഹ്മപിടുത്തം തീപിടുത്തം ഉണ്ടായ വിഷയമുണ്ട്, സഭയിലെ സംഘർഷമുണ്ടാകും. പക്ഷേ ഈ വിഷയങ്ങൾക്കൊന്നും നടക്കുമ്പോഴും UDF യോഗം കൃത്യമായി ചേരുന്നില്ല എന്നാണ് RSP മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. ദൗർഭാഗ്യകരമാണ് ഇത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം തന്നെ തള്ളുന്ന സാഹചര്യമുണ്ടായി. എല്ലാ മാസവും UDF യോഗം ചേരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, നേതൃത്വത്തിനുള്ളിലാണ് പറയേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇനി നമ്മൾ പോകുന്നത് വരൾച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. വേനൽ കടുക്കുകയാണ്, പല മേഖലകളും വരൾച്ചയുടെ പിടിയിലാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് വയനാട്ടിൽ നിന്നും വരുന്നത്. വയനാട്ടിലെ അതിർത്തി ഗ്രാമങ്ങൾ വരൾച്ചയുടെ വക്കിലാണ്. കബനി നദിയിലെ ജലവിധാനം താഴുന്നു എന്ന റിപ്പോർട്ടുകളാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അതായത് ഈ കുറഞ്ഞ ജലനിരപ്പ് കുറഞ്ഞതോടുകൂടി വലിയ ക്ഷാമം അതിർത്തി മേഖലകളിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കബനിയിലെ അവശേഷിക്കുന്ന ജലം സംരക്ഷിച്ചു നിർത്താൻ ചെക്ക് ഡാമുകൾ നിർമ്മിക്കണമെന്ന ആവശ്യം ആ മേഖലയിൽ ഉയരുന്നുണ്ട്. റിപ്പോർട്ട് കാണാം. വേനൽ ശക്തമായതോടെ പുൽപ്പള്ളി, മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിച്ച വരൾച്ചാ ലഘൂകരണ പദ്ധതി പോലും ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല. തോടുകളുടെ പുനർനിർമ്മാണമടക്കം നടപ്പാക്കിയെങ്കിലും കർഷകർക്ക് ഗുണമുണ്ടായില്ല. കബനി നദിയുടെ പാർശ്വങ്ങൾ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന വൈരക്കുപ്പ പെരിക്കലിനോട് ചേർന്ന് നിൽക്കുന്ന ആ നദിയുടെ ഭാഗം പൂർണ്ണമായും വറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിവിധ പഞ്ചായത്തുകളുടെയും 2 പഞ്ചായത്തുകളുടെയും അതുപോലെ തന്നെ ജലവിഭവ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ വലിയ തടയണ സൃഷ്ടിച്ച് വെള്ളം ചോർന്നു പോകാതെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്രാവശ്യമാകട്ടെ ജലസേചന വകുപ്പ് ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത സാഹചര്യമാണുള്ളത്. ബീച്ചനഹള്ളി അണക്കെട്ട് തുറന്ന് കർണാടക കൂടുതൽ വെള്ളം ഒഴുക്കിവിടാൻ തുടങ്ങിയതോടെ കബനി നദിയിലും ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി. പാടങ്ങളെല്ലാം വിണ്ടുകീറിയ അവസ്ഥയിലാണ്. ഇതോടെ കന്നുകാലികൾക്ക് മേയാനിടമില്ലാതായി. കുടിയേറ്റ മേഖലയിലെ ജലദൗർലഭ്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടികളാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഏതാണ്ട് ഒരാഴ്ച 1.5 ആഴ്ച കഴിഞ്ഞാൽ തുള്ളി വെള്ളം പോലും ഈ ഭാഗത്ത് കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പോൾ വയനാട് ജില്ലയിൽ ഏറ്റവും വളരെ പ്രയാസകരമായ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് മഴ പെയ്യുന്ന 2 പഞ്ചായത്താണ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്ത്. ഇവിടെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മഴ പെയ്തെങ്കിൽ ഇവിടെ മഴ ഇതുവരെ പെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്റുകൾ ഈ കബനി നദിയിൽ കുറുകെ ഒരു തടയണ, ശാശ്വതമായ രീതിയിൽ ഒരു തടയണ നിർമ്മിച്ച് ഈ വെള്ളത്തെ തടുത്തു നിർത്തണം. നമുക്കിവിടെ ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കാനുള്ളൊരു ക്രമീകരണം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. അടിയന്തരമായി മുള്ളംകൊല്ലി പഞ്ചായത്ത്, പുൽപ്പള്ളി പഞ്ചായത്ത് ഇവ ഇടപെട്ടുകൊണ്ട് തന്നെ കബനിയിൽ തടയണ കെട്ടി അവിടുത്തെ ജലം
കർണാടകത്തിലേക്ക് ഒഴുകിപ്പോകാതെ നമുക്ക് ആവശ്യമായ ജലം കണ്ടെത്തി ദിവസവും പമ്പിങ് നടത്തുന്ന രീതിയിലേക്ക് നമ്മുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായിട്ട് ഇടപെടണം. കബനി നദീജലം സംരക്ഷിക്കാൻ വിവിധ പദ്ധതികൾ വർഷങ്ങളായി ആലോചിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല. കടമാന്തോട് പദ്ധതിയും ഇപ്പോഴും എങ്ങുമെത്തിയില്ല. ന്യൂസ് 18 വയനാട്. മനുഷ്യന്റെ കുടിവെള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാവുന്നുണ്ട്. പലപ്പോഴും ഇടപെടലും അല്ലെങ്കിൽ അവരുടെ പരാതികളും ഒക്കെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ വേനൽ ചൂടിൽ വെന്തുരുകുന്ന മറ്റൊരു വിഭാഗമുണ്ട്. പ്രാണികളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളും ഒക്കെ. അപ്പോൾ അവയുടെ അവസ്ഥയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കൊല്ലത്ത് നിന്നും വരുന്നത്. യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ഒരു പുതിയ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ, ഇവർക്കൊക്കെ കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി തണ്ണീർക്കുടം എന്ന പദ്ധതിയുമായാണ് യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ രംഗത്തെത്തിയിരിക്കുന്നത്. വേനൽ കടുക്കുകയാണ്. മേലാകെ കനൽ വിതറി സൂര്യൻ കത്തിജ്വലിക്കുന്നു. തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും വറ്റി വരളുമ്പോൾ ദാഹമകറ്റാൻ പെടാപ്പാടുപെടുകയാണ് പക്ഷികളും പ്രാണികളും. ഈ ദുരിതക്കാഴ്ചയിൽ നിന്നാണ് തണ്ണീർക്കുടം പദ്ധതി പിറവിക്കൊണ്ടത്. സംസ്ഥാനത്താകെ 5000 മൺപാത്രങ്ങളിൽ കുടിനീര് കരുതി വെക്കുകയാണ് ലക്ഷ്യം. പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത മൺപാത്രത്തിന് 55 രൂപ വില വരും. ഇത് സൗജന്യമായി നൽകും. കൊല്ലം ജില്ലയിലേക്ക് മാത്രമായി 1000 മൺപാത്രങ്ങൾ എത്തിച്ചിട്ടുണ്ട്. വേനലിൽ മനുഷ്യൻ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ പക്ഷികൾക്കും നമ്മുടെ ചുറ്റുമുള്ള പ്രാണികൾ, ഉറുമ്പടക്കമുള്ള പ്രാണികൾ വെള്ളം കിട്ടാതെ വലയുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പക്ഷികൾക്ക് തണ്ണീർക്കുടം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. സാഹിത്യകാരനും ആലുവ സ്വദേശിയുമായ നാരായണനാണ് പദ്ധതിയുടെ സ്പോൺസർ. മുൻവർഷങ്ങളിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിലും ഇത്തവണ പദ്ധതി കുറച്ചുകൂടി വിപുലീകരിച്ചു. ആവശ്യക്കാർ കരുനാഗപ്പള്ളിയിലെ സബർമതി ഗ്രന്ഥശാലയിലെത്തിയാൽ മൺപാത്രങ്ങൾ കൈപ്പറ്റാം. രാജ്യാന്തര കുരുവി ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പദ്ധതി ജലദിനമായ മാർച്ച് 21 വരെ നീണ്ടു നിൽക്കും. ന്യൂസ് 18 കൊല്ലം. അപ്പം നമ്മൾ വീണ്ടും പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തു നിന്നും വരുന്നൊരു വാർത്ത, മലപ്പുറത്തെ ആദ്യകാല ആശുപത്രികളിൽ ഒന്നായ കരുണാലയ വീണ്ടും തുറക്കുന്നത്. 3 മാസത്തിനുള്ളിൽ ആശുപത്രി വീണ്ടും തുറക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുക്കങ്ങളുടെ ഭാഗമായി പരിസര ശുചീകരണം, മറ്റു പ്രവർത്തനങ്ങളൊക്കെ ആ മേഖലയിൽ പുരോഗമിക്കുകയാണ്. ഒരു കാലത്ത് കിഴക്കൻ ഏറനാടിന്റെ ആരോഗ്യരംഗത്തെ പ്രധാന ആശ്രയ കേന്ദ്രമായിരുന്നു 1950കളിൽ സ്ഥാപിതമായ കരുണാലയ ആശുപത്രി. റവറന്റ് ഹെൻറി ജെ ഓട്ടൻ എന്ന അമേരിക്കക്കാരനാണ് 25 ഏക്കറിൽ ഈ ആശുപത്രി സ്ഥാപിച്ചത്. വിഷചികിത്സയ്ക്കും ക്ഷയരോഗ ചികിത്സയ്ക്കും പേരുകേട്ട ഇവിടേക്ക് ദൂരദേശങ്ങളിൽ നിന്ന് പോലും രോഗികളെത്തിയിരുന്നു. ആശുപത്രി കേന്ദ്രീകരിച്ച് പോഷകാഹാരങ്ങളും വിതരണം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 17 വർഷമായി ആശുപത്രി അടഞ്ഞുകിടക്കുകയാണ്. കഴിഞ്ഞ ജനുവരി അവസാനത്തിൽ ഹെൻറി ഓട്ടന്റെ മകൻ ജോയൽ സ്റ്റീഫൻ ഓട്ടൻ വണ്ടൂരെത്തിയിരുന്നു. കരുണാലയ ആശുപത്രിയും ഓട്ടൻ സ്കൂളും പിതാവിന്റെ ശവകുടീരവും അദ്ദേഹം അന്ന് സന്ദർശിച്ചു. അതിനുശേഷമാണ് ആശുപത്രി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുള്ള ആലോചനകൾ തുടങ്ങിയത്. ഈ ഹോസ്പിറ്റൽ ഈ ശുചീകരണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ ബിൽഡിങ്ങുകളുടെ മെയിൻ്റനൻസ് പണികളൊക്കെ നടക്കും. അതെല്ലാം വൃത്തിയാക്കലും പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ ആരംഭിക്കുകയാണ്. അതിനെ തുടർന്ന് തന്നെ ഒരു ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, പിന്നെ ജനറൽ മെഡിസിൻ തുടങ്ങിയ ഇതെല്ലാം പ്രാരംഭഘട്ടമായിട്ട്, ബാക്കി അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള വളർച്ചകളാണ് പിന്നെ ഉണ്ടാകുന്നത്. 17 കൊല്ലത്തോളമായി പ്രവർത്തനം നിലച്ച ആശുപത്രി ക്ലിനിക് രൂപത്തിലാകും ആദ്യഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങുക. ഇന്ത്യ ഇവാഞ്ചലിക്കൽ ലൂഥറൻ ചർച്ചിന്റെ നേതൃത്വത്തിലാണ് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. ചർച്ചിലെ പുരോഹിതനാകും ഇതിന്റെ ചുമതല. ന്യൂസ് 18 മലപ്പുറം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ചങ്ങനാശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോസ് പൗവത്തിന്റെ സംസ്കാര ചടങ്ങുകൾ മറ്റന്നാൾ ബുധനാഴ്ച നടക്കുമെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പൗവത്തിൽ പിതാവിന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ 6 മണിക്ക് ചെത്തിപ്പുഴ ആശുപത്രി മോർച്ചറിയിൽ നിന്നും അരമന ചാപ്പലിൽ കൊണ്ടുവരും. ഭൗതിക ശരീരം വിലാപയാത്രയായി ചങ്ങനാശ്ശേരി മെത്രോപൊളിറ്റൻ പള്ളിയിൽ എത്തിക്കും. അവിടെ പൊതു ദർശനത്തിന് ശേഷം ബുധനാഴ്ച രാവിലെ 9:30 സംസ്കാര ചടങ്ങുകൾ നടക്കും. മറ്റൊരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണ് KS ഹംസയെ ലീഗിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം നേതൃത്വത്തിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചാണ് KS ഹംസ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ വ്യക്തമാക്കിയത്. ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KS ഹംസ ഇന്ന് കോടതിയിൽ ഹർജി നൽകുന്നത്. കോഴിക്കോട് മുൻസിഫ് കോടതിയിലാണ് ഹർജി നൽകുക.
കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന കൗൺസിൽ യോഗവും ഭാരവാഹി തെരഞ്ഞെടുപ്പും റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ ചേരുന്നതിന് തൊട്ടു മുമ്പാണ് KS ഹംസയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. അങ്ങനെ നമ്മൾ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുചിത്രം വിവിധ ഇടങ്ങളിൽ നിന്നും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രാകേഷ് നമുക്കൊപ്പം ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. ദേശീയ തലത്തിലെ ഒരു പൊതുചിത്രം എങ്ങനെയാണ്? തെലങ്കാന വിഷയത്തിലടക്കം അവിടുത്തെ രാഷ്ട്രീയ നീക്കങ്ങളിലടക്കം എന്തൊക്കെ നീക്കങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? സജിത്ത്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഏതായാലും ഖലിസ്ഥാൻ വാദി അമൃത്പാൽ സിംഗിനായുള്ള തെരച്ചിൽ 3-ാം ദിവസവും പഞ്ചാബ് പോലീസ് തുടരുകയാണ്. ഒപ്പം തന്നെ UK ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഇന്നലെ ദേശീയ പതാക താഴ്ത്തിയ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം ബ്രിട്ടനെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാർലമെന്റ് നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഇതുൾപ്പെടെയുള്ള ദേശീയ വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഖലിസ്ഥാൻ വാദിയും ഒപ്പം തന്നെ വാരിസ്തെ പഞ്ചാബ് സംഘടനയുടെ തലവനുമായ അമൃത്പാൽ സിംഗിനെ പിടികൂടാനുള്ള ശ്രമം പഞ്ചാബ് പോലീസ് 3-ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ പഞ്ചാബ് പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനോടകം തന്നെ 112 പേരെയാണ് ഈ സംഭവവുമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അമൃത്പാൽ സിംഗിന്റെ അമ്മാവനും ഡ്രൈവറും പോലീസിന് മുമ്പാകെ കീഴടങ്ങിയെന്നാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ രണ്ടുപേരും, ഡ്രൈവറും ഒപ്പം തന്നെ അമ്മാവനും, ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് അമൃത്പാൽ സിംഗിന്റെ വാഹനവ്യൂഹം തടഞ്ഞ ദിവസം അമൃത്പാൽ സിംഗിനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമൃത്പാൽ സിംഗിനെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പഞ്ചാബ് പോലീസ് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വാരിസ്തെ പഞ്ചാബിന്റെ നിയമോപദേശകൻ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അതായത് അമൃത്പാൽ സിംഗിനെ ഇതിനോടകം തന്നെ അമൃത്പാൽ സിംഗ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന വാദമാണ് നിയമോപദേശകൻ കൂടിയായ ഇമാൻ സിംഗ് ഖാര ഇതിനോടകം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അമൃത്പാൽ സിംഗിനെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്താനാണ് പോലീസ് ലക്ഷ്യമിടുന്നതെന്ന ആരോപണം കൂടി നിയമോപദേശകൻ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യം പോലീസ് നിഷേധിക്കുകയാണ്. പോലീസ് വ്യക്തമാക്കുന്നത് അമൃത്പാൽ സിംഗിന്റെ വാഹനവ്യൂഹം വളഞ്ഞിരുന്നു, പക്ഷേ ആ ബഹളത്തിനിടയിൽ അമൃത്പാൽ സിംഗ് രക്ഷപ്പെട്ടു. അമൃത്പാൽ സിംഗിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല, തിരച്ചിൽ തുടരുന്നു എന്നാണ് പോലീസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പഞ്ചാബിൽ കനത്ത സുരക്ഷ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റ് സേവനങ്ങൾക്കൊക്കെ നിയന്ത്രണമുണ്ട്. അത് ഇപ്പോൾ ഇതിനോടകം തന്നെ ഇന്നലെ ഉച്ചവരെയാണ് ആദ്യം പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്ന് നീട്ടിയിട്ടുണ്ട്. ഇനിയും നീട്ടാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇന്നലെ സംഭവത്തിൽ അമൃത്പാൽ സിംഗിനെതിരായുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾ UK ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ പതാക താഴ്ത്തുകയും അവിടെ ഖലിസ്ഥാൻ പതാക ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇന്ത്യക്കുള്ളത്, കേന്ദ്ര സർക്കാരിനുള്ളത്. ഇന്നലെ തന്നെ ഡൽഹിയിലെ ബ്രിട്ടൻ സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു. അതായത് ഹൈക്കമ്മീഷന് സുരക്ഷ ഒരുക്കാത്തതിലുള്ള പ്രതിഷേധം, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് കാണിക്കുന്ന നിസ്സംഗ മനോഭാവം, ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ വാർത്തകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പാർലമെന്റ് നടപടികൾ വീണ്ടും പ്രക്ഷുബ്ധമാകും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ഒരാഴ്ച ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തന്നെ പാർലമെന്റ് അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു. അതായത് ഭരണപക്ഷത്തിന്റെ ആവശ്യം UK വെച്ച് രാഹുൽ ഗാന്ധി രാജ്യത്തെ അപമാനിച്ചു, ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധി മാപ്പ് വരണമെന്നായിരുന്നു പ്രധാനമായും ആവശ്യം. രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കളാണ് സഭയിൽ ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്തത്. എന്നാൽ പ്രതിപക്ഷം രാഹുൽ ഗാന്ധി രാജ്യത്തെ അപമാനിച്ചിട്ടില്ല, പകരം ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെയും ഒപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് പ്രതിപക്ഷം ഇതിന് മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഒരിക്കലും മാപ്പ് പറയില്ലെന്ന നിലപാട് പ്രതിപക്ഷവും സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അദാനി വിഷയത്തിൽ ഒരു JPC അന്വേഷണം വേണമെന്ന ആവശ്യത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നത്. ഈ നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പ്രതിപക്ഷവും ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് കാലത്ത് പ്രതിപക്ഷ നേതാക്കൾ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലായിരിക്കും ഇനി പാർലമെന്റിൽ സ്വീകരിക്കാൻ പോകുന്ന തുടർ നടപടി കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഏതായാലും ഇന്നും ബഹളത്തിന് തന്നെയാണ് സഭയിൽ സാധ്യതയുള്ളത്. അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇന്ന് കർണാടകത്തിലാണുള്ളത്. രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. ഈ മാസം അവസാനം
പ്രഖ്യാപനം ഉണ്ടാകുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം ഇന്ന് രാഹുൽ ഗാന്ധി കുറിക്കുകയാണ്. ബലഗാവിയിലാണ് രാഹുൽ ഗാന്ധിയുടെ റാലി ഉള്ളത്. ബലഗാവിയിൽ യുവക്രാന്തി സമാവേശ് റാലിയാണ് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുക. യുവാക്കളുടെ ഉന്നമനത്തിനായുള്ള പദ്ധതികൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ അധികാരത്തിൽ കോൺഗ്രസ് തിരിച്ചെത്തുകയാണെങ്കിൽ സ്വീകരിക്കുന്ന ഭാവി പരിപാടികൾ സംബന്ധിച്ചൊരു പ്രഖ്യാപനവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏതായാലും കോൺഗ്രസ് വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. അവിടെ ഔദ്യോഗികമായി ഇന്ന് പ്രചാരണ പരിപാടികൾക്ക് ഏതായാലും കോൺഗ്രസ് തുടക്കമിടുകയാണ്. വീണ്ടും സജിത്തിലേക്കും ആര്യയിലേക്കും. അതാണ് സാഹചര്യം. എന്തായാലും ദേശീയ തലത്തിലുള്ള പൊതുചിത്രമാണ് ER രാകേഷ് പങ്കുവച്ചത്. സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ നീക്കങ്ങൾ, തുടർ വാർത്തകൾക്കൊക്കെ സാധ്യതയുമുണ്ട്. നമ്മൾ വീണ്ടും കോഴിക്കോടേക്ക് പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ഒരു വാർത്തയാണ് കോഴിക്കോട് നിന്ന് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ നിന്ന്. മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ യുവതിയെ പീഡിപ്പിച്ചുവെന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ്. എന്തായാലും ആരോഗ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അന്വേഷിച്ച് നടപടിയെടുക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അറ്റൻഡറാണ് ഇത്തരത്തിലൊരു പീഡനം നടത്തിയിരിക്കുന്നത്. ശശി മയ്യന്നൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാൾക്കെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. എസ് വിനേഷ് കുമാർ നമുക്കിപ്പോൾ വീണ്ടും ചേരുന്നുണ്ട്. വിനേഷ്, ഈ സംഭവം എന്താണ്? ഗുരുതരമായ ഒരു പരാതിയാണല്ലോ. കാരണം മെഡിക്കൽ കോളേജുകളുടെ ചികിത്സാ വീഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നു. പക്ഷേ ഇത് മറ്റൊരു വലിയ വ്യത്യസ്തമായ ഒരു പരാതി കൂടിയാണ്. എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? പരാതിയിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, ഗുരുതരമായ ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിലെ അറ്റൻഡർക്കെതിരെ ഉയർന്നിട്ടുള്ളത്. ശനിയാഴ്ചയാണ് സംഭവം. സ്ത്രീകളുടെ സർജിക്കൽ ICUവിൽ വെച്ച് പീഡനത്തിനിരയാക്കി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉള്ളത്. അറ്റൻഡറായ ശശി മയ്യന്നൂരിനെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഇതിന്റെ അന്വേഷണ ചുമതലയുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോവും എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സജിത്ത്, വിനേഷ്, ഈ വിഷയത്തിൽ ഇത് നേരത്തെ തന്നെ മെഡിക്കൽ കോളേജ് കോഴിക്കോട്ടെ പല ആശുപത്രികളിലും ചികിത്സാ പിഴവൊക്കെ വാർത്തകൾ വന്നിരുന്നതാണ്. ഒപ്പം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മുമ്പും അവിടുത്തെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റമൊക്കെ വാർത്തയിൽ നിറഞ്ഞതാണ്. ഇപ്പോഴത്തെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി പരാതിയിൽ കഴമ്പുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? ഈ വിഷയത്തിൽ ഈ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണോ വിനേഷ്? സജിത്ത്, ഇവരുടെ പരാതി ജനുവിനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് സംസാരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടുതൽ പരിശോധനകളും അതുപോലെ തന്നെ അന്വേഷണവും നടത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ഇതിനൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യുവതി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് 60% തീപ്പൊള്ളലേറ്റ യുവതി, വയനാട് സ്വദേശിയായ യുവതിയെ ഇതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെട്ട സംഭവം വലിയ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ പലപ്പോഴായി ഇത്തരത്തിലുള്ള ചെറിയ സംഭവങ്ങൾ ഇങ്ങനെ രോഗികളോടുള്ള ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവനക്കാരുടെയും ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇതിപ്പോൾ സർജിക്കൽ ICUവിൽ വെച്ചാണ് ഈ യുവതി പീഡനത്തിന് ഇരയായിരിക്കുന്നത്. അതീവ ഗൗരവമായ കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ വസ്തുതയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവാം ഒരുപക്ഷെ ഇതിൽ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അന്വേഷണം തുടരുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച ശേഷമേ പുറത്തു വരികയുള്ളൂ. ആരോഗ്യവകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്, ഗൗരവമേറിയ വിഷയമാണ്. സർജിക്കൽ ICUവിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു യുവതിക്ക്, ശസ്ത്രക്രിയ കഴിഞ്ഞ ഒരു യുവതിക്ക് ഇത്തരത്തിലൊരു പീഡനം നേരിടേണ്ടി വന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അറ്റൻഡറാണ് ഇത്തരത്തിലൊരു പീഡന ശ്രമം അവിടെ നടത്തിയിട്ടുള്ളത്. വിനേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ നിന്നും മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പേരും സ്ഥലവും തിരിച്ചറിയാൻ കഴിയാതെ ഓർമ്മ നഷ്ടപ്പെട്ട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വയോധികൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. കഴിഞ്ഞ 13-നാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും 60 വയസ്സ് പ്രായമുള്ള വയോധികനെ അവശനിലയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നത്. തലയ്ക്കും കാലിനും ഗുരുതര പരുക്കുപറ്റി നേരത്തെ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ളതിനാൽ ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പേരും സ്ഥലവും തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയിലായതിനാൽ ആശുപത്രി രേഖകളിലും ഇവയില്ല.
ചില സമയങ്ങളിൽ പരസ്പര വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും ഒന്നും വ്യക്തമല്ല. മോന്റെ പേരെന്തോ? ഭക്ഷണത്തിനും സഹായത്തിനും ആരുമില്ലാതായതോടെ ആശുപത്രി ജീവനക്കാരും ബുദ്ധിമുട്ടിലാണ്. ആശുപത്രിയിലെ മറ്റു രോഗികളുടെ ഒപ്പമുള്ളവരാണ് ഇപ്പോൾ ഭക്ഷണം നൽകുന്നത്. ഭക്ഷണമൊക്കെ ഇവിടുന്ന് ആശുപത്രിയിൽ സിസ്റ്റർമാരൊക്കെ മേടിച്ചു കൊടുക്കും. ഇവിടുത്തെ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുന്ന ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ അറ്റൻഡർമാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൂടെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര സഹായിക്കുന്നുണ്ട്. കൂടെ അടുത്ത് കിടക്കുന്ന ആൾക്കാരൊക്കെ അവർ ഭക്ഷണമൊക്കെ മേടിക്കാൻ പോകുന്നതിന് കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ സൈഡും സഹായമൊക്കെ ഉണ്ട്. ആശുപത്രി കിടക്കയിലാണ് മലമൂത്ര വിസർജനം നടത്തുന്നത്. ആശുപത്രി ജീവനക്കാരുടെ സംരക്ഷണമുണ്ടെങ്കിലും ബന്ധുക്കളെ കണ്ടെത്താൻ കഴിയാത്തതിനാൽ മടക്കി അയക്കാനുമാകുന്നില്ല. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ബന്ധുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആശുപത്രി അധികൃതർ. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ കാർഷിക ഗ്രാമമായ വെള്ളായണി കൂടുതൽ സജീവമാവുകയാണ്. ആമ്പൽ പറിക്കാനും മത്സ്യബന്ധനത്തിനുമൊക്കെയായ ചെറുവള്ളങ്ങളിൽ ആളുകൾ ഇങ്ങനെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വെള്ളായണിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുള്ളത് നിരവധി പക്ഷികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ പക്ഷികളായാലും ദേശാടന പക്ഷികളായും നിരവധി പക്ഷികൾ എത്തുന്ന ഒരിടം. പ്രത്യേകിച്ചും ഈ ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി ഇങ്ങനെ ദേശാടന പക്ഷികൾ വെള്ളായണിയിലേക്ക് എത്തിത്തുടങ്ങും. അതിനുശേഷം ഫെബ്രുവരി അവസാനത്തോടു കൂടി മാർച്ച് പകുതിയോടുകൂടി ഇത്തരത്തിൽ പക്ഷികൾ മടങ്ങിപ്പോകും. ഇപ്പോൾ പക്ഷികൾ ഇങ്ങനെ മടങ്ങിപ്പോകുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലുള്ള എപ്പോഴും കണ്ടുവരുന്ന സ്ഥിരം പക്ഷികളെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. രഞ്ജിനി, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കോട്ടയം മേഖലകളിൽ ചെന്നപ്പോഴേ അവിടുന്ന് അറിയാൻ കഴിയുന്ന കാര്യം കേരളത്തിൻ്റെ ഈ ജലാശയങ്ങളിൽ ദേശാടന പക്ഷികളുടെ ഒരു വന്നുപോക്ക് വർദ്ധിക്കുന്നു എന്നതാണ്. കൂടുതലായി ദേശാടന കിളികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ കാലാവസ്ഥ മാറ്റമൊക്കെ ആവാമെൻ്റെ കാരണം. എന്തായാലും കേരളത്തിൻ്റെ പശ്ചാത്തലത്തേക്ക് കൂടുതൽ ദേശാടന കിളികൾ വരുന്നു. കുമരകം പോലെയുള്ള വേമ്പനാട്ടുകായൽ മേഖലകളിലുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്ന വെള്ളായണിയിലും അത്തരം കാഴ്ചകളുണ്ട്. എന്തായാലും വെള്ളായണിയിൽ മനോഹര കാഴ്ചകളാണ്. അങ്ങ് ദൂരെ നിന്ന് കാണാൻ നമുക്ക് ആമ്പൽ മുട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി രണ്ട് ചെറുവള്ളങ്ങൾ അവർ ആമ്പൽ മുട്ടുകൾ ശേഖരിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. കാരണം ഇങ്ങനെ കായലിങ്ങനെ കിടക്കുകയാണ്, അതിലാണ് താമരകൾ വളർന്നു നിൽക്കുന്നത്. അപ്പം ഇവിടുന്ന് ഇത് ശേഖരിച്ച് ഈ മുട്ടുകൾ ശേഖരിച്ച് കടകളിൽ വിറ്റ് വിപണനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സാധ്യത തേടുന്നവരാണ് അവർ. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ മഹാവിഷ്ണുവാണല്ലോ അവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അവിടെ താമരമുട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് താമരയാണ്. അപ്പോൾ താമര കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒരു കാലത്ത് ഇവിടെ നിന്നായിരുന്നു. പൂർണ്ണമായും ക്ഷേത്രത്തിലേക്കുള്ള താമരമുട്ടുകൾ എത്തിച്ചിരുന്നത് ഇടം ഇവിടെയാണ്. പക്ഷേ ഇപ്പോൾ അതിന് മാത്രം ഇവിടുന്ന് കിട്ടാനില്ല. എന്നിരുന്നാൽ കൂടിയും താമരക്കാടെന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു മേഖലയിൽ മുഴുവൻ താമരകൾ അങ്ങ് നമുക്ക് ദൂരെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ തരത്തിലുള്ള താമര ഉണ്ട് കായലിൽ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ വളരെ സമ്പന്നവുമാണ് ഇത്. ഇപ്പോൾ നമുക്ക് ഈ കൂട്ടത്തോടെയുള്ള ഒരു താമര കാഴ്ച ഇവിടെ കാണാൻ കഴിയില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതിന്റെ സീസണായി മാറുമ്പോൾ ഈ കായൽ മുഴുവൻ താമരയും മാമ്പലും കൊണ്ടും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുക. ആ സമയത്ത് ഒത്തിരി ആളുകൾ, വിദേശികളായാലും നമ്മുടെ നാട്ടുകാരായാലും ഒത്തിരി ആളുകൾ ആ കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വെള്ളായണിയിൽ വരുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദമായ സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ വൈകുന്നേരമായിരിക്കും അല്ലേ. ആ സമയത്തായിരിക്കും കാഴ്ചകൾ കൂടുതൽ മനോഹരമാകുക. സൂര്യാസ്തമയമായാലും സൂര്യോദയമായാലും കാണാൻ വളരെ ഭംഗിയുള്ള ഒരു ഇടം കൂടിയാണ് വെള്ളായണി. ഈ വെള്ളായണി രഞ്ജിനി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെള്ളായണിയുടെ ഒരു ഓഫ് സീസണാണ്. കാരണം താമരപ്പൂവൊന്നും അത്ര സജീവമല്ല, പിന്നെ കടുത്ത ചൂടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളായണി ഇപ്പോൾ ഒരു ഓഫ് സീസണാണ്. പക്ഷേ കാലാവസ്ഥയൊന്ന് മാറിക്കഴിഞ്ഞാൽ സാഹചര്യം അതായിരിക്കില്ല. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ വഴിയിടങ്ങളിലൊക്കെ വഴിയോര കച്ചവടക്കാരുണ്ടാവും. നിരവധി അവർക്ക് ഇരിക്കാനും ഇരിപ്പിടം അങ്ങനെയുള്ള സംവിധാനം, താൽക്കാലിക ഇടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് കൂടുതൽ സഞ്ചാരികളെ പ്രാദേശികമായി ആൾക്കാരെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വരുന്നു. ഈ തൊട്ടടുത്ത് ലോകപ്രസിദ്ധമായ കോവളം പോലെയുള്ള വലിയ ടൂറിസം കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശ വികസനം തന്നെ ഒന്ന് വേറൊരു ലെവലിലേക്ക് പോകുമെന്ന്. വലിയ ദൂരമൊന്നുമില്ല, കോവളത്ത് നിന്നും 7 കിലോമീറ്റർ മാത്രമാണ് ഈ വെള്ളായണിയിലേക്കുള്ളത്. നഗരത്തിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിലും അവിടുന്ന് 8-9 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തേക്കുള്ള അതിമനോഹരമായ ഗ്രാമീണ ഇടം കൂടിയാണ്. ആളുകൾക്ക് വന്ന് കാഴ്ചകൾ ആസ്വദിച്ച് മടങ്ങാൻ പറ്റിയ നല്ലൊരിടം. ഇനി നമ്മൾ പോകുന്നത് വെള്ളായണിയുടെ പ്രത്യേക സൈറ്റ് നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഈ ദേശാടന പക്ഷികളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. നിരവധി പക്ഷികൾ എത്തുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. ഇനി നമ്മൾ പോകുന്നത് അത്തരത്തിൽ പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു സർവേയിലേക്കാണ് പോകുന്നത്. വ്യത്യസ്ത ഇനം പക്ഷികളെ കണ്ടെത്താൻ സർവേയുമായി ഒരു കൂട്ടം പക്ഷി നിരീക്ഷകർ എന്ന വാർത്തയാണ്. ദേശീയ വന ദിനാചരണത്തിന്റെ ഭാഗമായാണ് സർവേ നടത്തുന്നത്.
ദേശീയ വന ദിനാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിലാണ് പക്ഷി സർവേ സംഘടിപ്പിച്ചത്. 2021 പാലക്കാടും പട്ടാമ്പിയിലും സർവേ നടത്തിയിരുന്നു. പട്ടാമ്പിയിലെ ഭാരതപ്പുഴയോരം കേന്ദ്രീകരിച്ചായിരുന്നു പക്ഷി നിരീക്ഷണം. വിവിധ ജില്ലകളിൽ നിന്നുള്ള പക്ഷി നിരീക്ഷകരുടെ 30 പേരടങ്ങുന്ന സംഘം 3 ടീമായി തിരിഞ്ഞാണ് സർവേ നടത്തിയത്. നിരീക്ഷകർ, പരിസ്ഥിതി പ്രവർത്തകർ, സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥർ, ഫോട്ടോഗ്രാഫർമാർ തുടങ്ങിയവർ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഈ പക്ഷി സർവേയുടെ പ്രാധാന്യത്തെപ്പറ്റി ഇനിയും നമ്മുടെ ഇടയിലുള്ള ജനങ്ങൾക്ക് വളരെയധികം ബോധവൽക്കരിക്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആ പ്രവൃത്തികൾക്ക് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകർ മുന്നോട്ട് വന്നുകൊണ്ട്, കാരണം വനംവകുപ്പ് മാത്രം ഞങ്ങൾ വളരെ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് എങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നൊരു വകുപ്പായതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ പൂർണ്ണമായ സഹകരണം ഇതിന് ലഭിച്ചിട്ടുണ്ട്. 150-ൽ പരം പക്ഷികളുടെ ഫോട്ടോകൾ ക്യാമറകളിൽ പകർത്തി. ഇത്തവണയും വ്യത്യസ്ത ഇനം പക്ഷികളെ ശേഖരിക്കാനായി. പക്ഷികളുടെ സർവേ റിപ്പോർട്ട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. ന്യൂസ് 18 പട്ടാമ്പി. അങ്ങനെ പ്രഭാത കേരളം ഇന്ന് മറ്റൊരു വ്യത്യസ്ത ഇടത്തു നിന്നും ആണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തിയത്. ഇന്ന് ഞങ്ങൾ വെള്ളായണി കായലിൻ്റെ പരിസരത്താണ്. അങ്ങനെ വ്യത്യസ്തമുള്ള ഇടങ്ങൾ തേടിയാണ് പ്രഭാത കേരളം ഓരോ ദിവസവും പോകുന്നത്. നാളെയും മറ്റൊരു വ്യത്യസ്ത ഇടത്തു നിന്നും കാണാം. എന്തായാലും വെള്ളായണിയുടെ പൊതുചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ രഞ്ജിനി, നമുക്ക് ഓർമ്മപ്പെടുത്താൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വെള്ളായണിയുടെ ഈ പരിസ്ഥിതി നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ വേണം. മലിനീകരണ പ്രശ്നങ്ങളുണ്ട്, കയ്യേറ്റ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു പ്രശ്നമായി അവശേഷിക്കുന്നു. പക്ഷേ ഇനി അവശേഷിക്കുന്ന ഈ മേഖലയെങ്കിലും സംരക്ഷിക്കപ്പെടണം. ഈ ജലാശയം നിലനിൽക്കണം, മലിനീകരണം ഒഴിവാകണം. ഇനിയും കയ്യേറിക്കൂടാ ഈ പ്രദേശം. ഇതിങ്ങനെ തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഇടപെടലുകൾ അതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസികളും മറ്റും ഇടപെടട്ടെ. കൂടുതൽ സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തട്ടെ, വെള്ളായണി കൂടുതൽ മനോഹരിയാവട്ടെ. തീർച്ചയായും. എന്തായാലും ഇവിടെ പ്രഭാത കേരളം അവസാനിക്കുകയാണ്. വാർത്തകളുടെ കാര്യങ്ങൾ കൂടി പറഞ്ഞൊന്ന് നമുക്ക് നിർത്താം. സ്വാഭാവികമായും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് വാർത്തകളുടെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് തലസ്ഥാനമായിരിക്കും. ഇപ്പോൾ 8:50 കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ സഭാ സമ്മേളനം ചേരും. സ്വാഭാവികമായും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇതടക്കം വാർത്തകൾ നിരവധിയാണ്. ഈ 9 മണിക്കടുത്ത ബുള്ളറ്റിൻ തുടങ്ങും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തും. എന്തായാലും പ്രഭാത കേരളം, വെള്ളാണിയിൽ നിന്നുള്ള ഈ പ്രഭാത കേരളം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.